بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك ورسولك سيدنا ومولانا محمد وعلى آل وأصحاب وأزواج وذريات وأحباب حبيبك ورسولك سيدنا ومولانا محمد صلى الله وسلم وبارك عليهم وعلى سائر الأنبياء والمرسلين وعباد الله الصالحين أجمعين أما بعد ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉലമാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒത്തുകൂടൽ മുബാഹസ ഇൽമിയായി നമ്മുടെ തറക്കിക്ക് ഉയർച്ചക്ക് കാരണമാകുന്ന വിധത്തിലാക്കി തരുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. ഉറുഫ് അല്ലാദത്തു മുഹക്കമ ജംഉൽ ജവാമി തന്നെ അവസാനം പരാമർശിച്ചത് കാണാം. അവസാന ഭാഗത്ത് അല്ലാദത്തു മുഹക്കമ അയ ഹക്കമഹ ശർഉ. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, അതിനർത്ഥം ഓരോ നാട്ടിലെ അല്ലെങ്കിൽ ഓരോ കാലത്തെ ആളുകളുടെ പതിവിനും രീതികൾക്കും അനുസരിച്ച് ഇസ്ലാമിലെ അടിസ്ഥാന നിയമങ്ങൾ ഹലാൽ ഹറാമ് തുടങ്ങിയവ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നല്ല. ഒരു നാട്ടിലൊരു ആദത്തുണ്ടായ അവിടുത്തെ ആദത്താണ് അവിടെ ഇസ്ലാം, മറ്റൊരു നാട്ടിലുള്ള ആദത്ത് ആ നാട്ടിൽ അതാണ് ഇസ്ലാം എന്നല്ല. അത് സത്യത്തിൽ ഒരു മുസ്ലിമിന് ഒരു നിലക്കും പറയാൻ സാധിക്കുന്നതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന തനതായ ഒരു സംഗതി ഉണ്ടാകില്ല. ആദത്ത് മുഹക്കമത്താണ് എന്നതിനെ തുടർന്ന് ചില മുതഅല്ലിങ്ങൾ ചിലപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ഓരോ നാട്ടിലും പതിവ് രീതികൾ, സമ്പ്രദായങ്ങൾ, അത് ആണ് ഇസ്ലാം. അവിടുത്തെ ഇസ്ലാം ആ ഉറുഫ് പരിഗണിച്ചുകൊണ്ട് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ആ ഉറുഫിലൊരു ഇടപെടലോ തിരുത്തലോ ഇസ്ലാമിലില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഉറുഫ് തന്നെയാണ് എന്ന വ്യാഖ്യാനം പൂർണ്ണമായി തെറ്റാണെന്നൊരു മിതമായ രീതിയിൽ ചിന്തിച്ചാൽ തന്നെ ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അത് തന്നെ മറ്റു രീതിയിൽ പറയുന്നതാണ് കാലത്തിനനുസരിച്ച് നിയമം മാറും എന്നുള്ളൊരു പ്രയോഗം ഇന്ന് കൂടുതലായി വരാറുണ്ട്. കാലം മാറുമ്പോൾ അതിനനുസരിച്ച് നിയമം മാറും. തതഗയ്യറുൽ അഹ്കാമു ബിതഗയ്യുരിൽ അസ്മാൻ എന്നൊക്കെ മുതഅല്ലിങ്ങളുടെ ഭാഷയിൽ പറയും. അതും ഓരോ കാലവും മാറി വരുമ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ നിയമം, ആ കാലത്തിൻ്റെ ആളുകൾ, അന്നത്തെ ആളുകളുടെ ചിന്താഗതികൾ എന്താണോ, അവരുടെ വിചാരങ്ങൾ എന്താണോ അതിനനുകൂലമായിട്ട് നിയമം ഇസ്ലാം ആയിത്തീരും എന്നാണെങ്കിൽ പിന്നെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ദീൻ ഇവിടെ സത്യത്തിലില്ല എന്നുള്ളിടത്തേക്ക് എത്തുന്ന ആർക്കും അറിയുന്നതല്ലേ. ഇസ്ലാം സമകാലികമാണെന്നൊക്കെ നിങ്ങൾ പ്രസംഗിക്കും. ഇതിപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് ആ നേരത്തെ നിലനിന്നിരുന്ന ഇസ്ലാം ഈ കാലത്തോട് പറ്റില്ല, അതുകൊണ്ട് ഇപ്പോൾ ഈ കാലത്തിനനുസരിച്ച് വേറൊന്നാക്കി എന്ന് വരില്ലേ. അപ്പം അതൊന്നുമല്ല അതിൻ്റെ ഒന്നും അർത്ഥം. നമ്മുടെ കിതാബുകളിൽ കാര്യമായിട്ടല്ല ആദത്തു മുഹക്കമ. ഈ ആദത്തു മുഹക്കമ എന്ന ഖായിദ പലയിടത്തും ധാരാളം സ്ഥലങ്ങളിൽ, നമ്മുടെ ഫിഖിൻ്റെ കിതാബുകളിലൊക്കെ നൂറുകണക്കിന് സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിൽ തന്നെ വേണമെങ്കിൽ അത് പ്രയോഗിക്കും. ചിലയിടത്ത് ആദത്ത് എന്ന് ഉപയോഗിക്കും, ചിലയിടത്ത് ഉറുഫ് എന്നുപയോഗിക്കും. പക്ഷെ ഇതൊക്കെ അല്ലാദത്തു മുഹക്കമ എന്നീ ഈ നിയമങ്ങൾ വരുന്നത് തന്നെ നമ്മുടെ ചർച്ചയിൽ മദ്ഹബുകൾ, അയിമ്മത്ത് മുജ്തഹിദുകൾ ഇജ്തിഹാദിലൂടെ രൂപപ്പെടുത്തിയെടുത്ത, ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ അഹ്കാമുകൾ, ആ അഹ്കാമുകളെ ചില സൂത്രവാക്യങ്ങളിൽ ഒതുക്കി പറയുന്നതാണ് ഈ ഖവായിദ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സാധാരണ ഫിഖിൻ്റെ അല്ലെങ്കിൽ ഉസൂലിൻ്റെ ഖവായിദിൻ്റെ കിതാബുകളിലൊക്കെ ഈ ചർച്ച പറയുമ്പോൾ തന്നെ സാധാരണ കാണാറുള്ള പരാമർശം ഖാദി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷാഫി മദ്ഹബിൻ്റെ ടോട്ടലിനെ 5 ഖവായിദിലേക്ക് ഒതുക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഖായിദയാണ് ലാദത്തു മുഹക്കമ. ഇതിൻ്റെ അർത്ഥം
ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹും അസ്ഹാബും ഇജ്തിഹാദിലൂടെ കണ്ടെത്തിയ നമ്മുടെ ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന ആ അഹ്കാമുകൾ അത് ഈ 5-ൽ ഏതെങ്കിലും ഒന്നിൻ്റെ പരിധിയിൽ ഉൾക്കൊണ്ടതായിരിക്കും. ഈ മദ്ഹബിനെ മൊത്തം നമ്മൾ ഇതിൽ ഒതുക്കി പറയുകയാണ് എന്നാണ്. അത് തന്നെ എവിടെയാണ് ആദത്ത് മുഹക്കമ? നേരപ്പോൾ മുഹക്കമ എന്ന് പറഞ്ഞാൽ ഈ ഹക്കമഹ ഷെർഉ എന്നാണ് അർത്ഥം പറയുക. ഷെർഉ അതിനൊരു ഹാക്കിമാക്കി വെച്ചിരിക്കുന്നു, നല്ല ഒരു ഹുക്കുമിൻ്റെ മാനദണ്ഡമായ ഉറുഫിനെ ഷെറഅ് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ടാണ് ഫീമ ലൈസ ലഹു ഹദ്ദുൻ ഷെറഅൻ വലാ ലുഗത്ത്. ഒരു വിഷയത്തിൽ ഷെറഇൽ അതിന് ഹദ്ദ് ഇല്ല, ലുഗത്തിലും ഹദ്ദില്ല. നമ്മുടെ കിതാബുകൾ ഇത് 2 നിലക്ക് ചർച്ചയിൽ വരും, അല്ല നീട്ടിപ്പരത്തി പറയുന്നില്ല. ഒന്ന് ഉസൂലുൽ ഫിഖിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒരു ഉസൂലിയായ ചർച്ചയുണ്ട്. അവിടുത്തെ ചർച്ച ഒരു ലഫ്ലിൻ്റെ മദ്ലൂലിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലഫ്ല്, ഒരു പദം വരുമ്പോൾ ആ പദത്തിന് ഷർഇയായ മഅന, ഉർഫിയായ മഅന, ലുഗവിയായ മഅന ഇങ്ങനെ വരുമ്പോൾ ഏത് മഅനക്കാണ് മുൻഗണന നൽകേണ്ടത് എന്നൊരു ചർച്ച ഉസൂലുൽ ഫിഖിൻ്റെ കിതാബുകളിൽ കാണും. അവിടെ ഉർഫിനേക്കാൾ മുഖദ്ദമായിട്ട് ലോകത്ത് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ അതല്ല ഫിഖിൻ്റെ കിതാബുകളിൽ ഉർഫ് പരിഗണിക്കുന്നതും ആദത്ത് മുഹക്കമ എന്ന് പറയുന്നതും ആ അർത്ഥത്തിലല്ല. അവിടെ ഒരു വിഷയം ഷറഅ് അത് നേരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിന് കൃത്യ രൂപം ഷറഅ് പഠിപ്പിച്ചിട്ടില്ല. ലളിതമായൊരു ഉദാഹരണം, വസ്തുക്കൾ കൈവശാധികാരം നൽകുക, കൈവശാധികാരം വാങ്ങുക. ഉടമാവകാശവും കൈവശാവകാശവും 2ആണല്ലോ. എന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ തന്നെ ഉടമാവകാശ കരാറുകളും കൈവശാവകാശ കരാറുകളും 2ആയി ഉണ്ട്. അപ്പോൾ വസ്തുക്കളെ ഖബ്ദ് നൽകണം, കൈവശം നൽകുക എന്നത് കൃത്യമായി നമ്മുടെ പ്രമാണങ്ങൾ തന്നെ പഠിപ്പിക്കുന്നു. ഒരാൾ മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ വസ്തു അദ്ദേഹം കൈവശം വാങ്ങാതെ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തരുത് എന്ന ഹദീസുകളിൽ തന്നെ അസംഗതി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഖബ്ദ് ഒരു വസ്തു, ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു വസ്തു കൈവശം നൽകുക, വാങ്ങുക, ഇതിൻ്റെ രീതി എങ്ങനെയാണ്, ഏത് രീതിയാണ് അതിൽ സ്വീകരിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി ഷറഅ് അതിനൊരു ഹദ്, ഒരു തഹദീദ്, ഒരു തസ്വീർ അതിന് ഷറഅ് നിശ്ചയിച്ചിട്ടില്ല. ഖബ്ദ് വേണം, ഖബ്ദ് ഇഖ്ബാൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഖബ്ദ് ഇഖ്ബാൽ കൊണ്ട് ചിലതിൽ മിൽക്കന്നെ, ഇപ്പം ഹിബത്ത് നൽകുന്നിടത്ത് അത് ഖബ്ദ് ആകുമ്പോഴേ, കൈവശം വാങ്ങുമ്പോഴേ നമുക്ക് അത് മിൽക്കായി വരികയുള്ളൂ. ഖർദ് നൽകുന്നിടത്ത്, കടം കൊടുക്കുക എന്നുള്ള ഇടപാട് നടത്തുന്നിടത്തും അത് ഏതുകൊണ്ട് തന്നെ മിൽക്ക് വരും? ഖബ്ദ് കൊണ്ടാണ് മിൽക്ക് വരുന്നത്. ഈജാബ് ഖബൂൽ കൊണ്ട് അഖ്ദ് നടത്തിയാൽ മിൽക്കാകൂല. അതേസമയം ബൈ ആണെങ്കിൽ ഈജാബ് കബൂൽ കൊണ്ട് നടത്തുന്ന രീതി അനുസരിച്ച് ആ ഈജാബ് കബൂലിലൂടെ അഖ്ദ് നടത്തിയാൽ തന്നെ മബീ മുസ്തരിയുടെ ഉടമാവകാശത്തിലേക്ക് ഉടമാവകാശം മാറിയിട്ടുണ്ട്, പക്ഷേ കൈവശാധികാരം വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ചിലയിടത്തൊക്കെ ആ അഖ്ദ് കൊണ്ട് തന്നെ, ഈജാബ് കബൂൽ കൊണ്ട് തന്നെ, ഞാൻ ഉദാഹരണം ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി, പിന്നെ കുറേ ഉദാഹരണങ്ങൾ അങ്ങനെ ഒറ്റടിക്കാണ്ട് പറഞ്ഞു പോകും. അഖ്ദ് കൊണ്ട് തന്നെ മിൽക്ക് വരുന്നു, ഖബ്ദും കൈവശം നൽകുക എന്നുള്ളതുമായി മിൽക്ക് തവക്കുഫായി നിൽക്കുന്നില്ല. മറ്റു ചില അഖ്ദുകളിൽ കൈവശം നൽകുമ്പോഴേ, കൈവശാധികൂടി കിട്ടിയാലേ ഉടമാവകാശം തന്നെ സ്ഥിരപ്പെടുകയുള്ളൂ എന്ന് പറയുന്നു. ഖബ്ദ് ചെയ്യാതെ വിൽപ്പന നടത്തരുത് എന്ന് പറയുന്നു. ഇവിടെ ഒന്നും ഖബ്ദ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ഇസ്ലാമിക ശരീഅത്ത് കൃത്യമായ രൂപം അതിന് നിർണയിച്ചിട്ടില്ല. നസ്സ് നിർണയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നസ്സുകളിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുമ്പോൾ ഇമാമുകളും അത് അങ്ങനെ ഒരു പ്രത്യേക രൂപം നിശ്ചയിച്ചിട്ടില്ല. ലുഗത്തിലേക്ക് കടക്കുമ്പോഴും അങ്ങനെ ഖബ്ദിനൊരു പ്രത്യേകമായി, ഖബ്ദ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എന്നൊരറിയപ്പെട്ട കൃത്യമായ മുഅയ്യനായ രൂപമില്ല. അപ്പോൾ അതിൽ ശറഅൻ നൽകും ലുഗത്തൻ നൽകും ഹദ് ഇല്ല. അപ്പോൾ അവിടെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മദ്ഹബിൻ്റെ നിലപാട്, വസ്തുക്കൾ കൈവശാവകാശം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിന് അതാത് കാലത്ത് സ്വീകരിക്കപ്പെടുന്ന രീതികൾ എന്തൊക്കെയാണോ ഓരോ കാലത്തും ആ രീതിയിലൂടെയാണ് ഖബ്ദ് നടക്കുക. അത് ഒരു കാലത്ത് ഒരു രൂപത്തിലാവാം, മറ്റൊരു കാലത്ത് മറ്റൊരു രൂപത്തിലാവാം. ഇപ്പം ഇവിടെ ഇത് അൽ ആദത്ത് മുഹക്കമ. ഈ അൽ ആദത്ത് മുഹക്കമ എന്നുള്ള വിഷയം തന്നെ വരുന്നത് സുബ്കി ഇമാം അൽ അഷ്ബാഹു എന്നതിൽ പറയും, ഉസ്തഹറ ഇൻദൽ ഫുഖഹാഇ
അന്നമാ ലൈസ ലഹു ളാബിത്തുൻ ഫിൽ ലുഗത്തി വലാ ഫിശ്ശർഇ യുർജഉ ഫീഹി ഇലൽ ഉർഫ്. അപ്പോൾ മുതല്ലിങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലാദത്തു മഹക്കമാണ് പറയുന്നതിൻ്റെ അർത്ഥം ഖുർആൻ പോലെ അല്ലെങ്കിൽ സുന്നത്ത് പോലെ ഒരു വിഷയത്തിൻ്റെ ഹുക്മ് മനസ്സിലാക്കാനുള്ള പ്രമാണമാണ് ആദത്ത് ഉർഫ് എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് ഇസ്ലാമിക ശരീഅത്തിൽ നിർദ്ദേശിക്കപ്പെട്ട കൽപ്പിക്കപ്പെട്ട ചില സംഗതികൾ അതിൻ്റെ രൂപം ഇന്ന രൂപത്തിലൂടെയാണ് അത് നിർവഹിക്കേണ്ടത് എന്ന് കൃത്യമായതിൻ്റെ രൂപം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അത്തരം വിഷയങ്ങളിൽ അതാത് കാലത്തെ രൂപത്തിലൂടെയാണ് അത് നിർവഹിക്കേണ്ടത്. അപ്പോൾ ആ പ്രയോഗം തന്നെ വളരെ കൃത്യമാണ്. അന്നമാ ലൈസ ലഹു ളാബിത്തുൻ ഫിൽ ലുഗത്തി വലാ ഫിശ്ശർഇ യുർജഉ ഫീഹി ഇലൽ ഉർഫ്. സുബക്കി ഇമാമിൻ്റെ ഇബാറത്ത് അങ്ങനെയാണ്. അഷ്ബാഹു അൽ-ളാഹിർ 51-ാം പേജ്. നമ്മുടെ മറ്റു കിതാബുകളിലും അത് കാണാം. ഇവിടെ തന്നെ നജീബ് നൂറാനി അവതരിപ്പിച്ച വിഷയത്തിൽ ഫത്ഹുൽ മഈൻ എന്നുള്ളൊരു ഇബാറത്ത് ഉദ്ധരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയത്തിൽ ശർഇനൊരു ഉർഫുണ്ട്, അതുകൊണ്ട് അതിന് മുഖാലിഫായ ഉർഫ് പരിഗണിക്കപ്പെടുകയില്ല. അപ്പം ശർഇന് അങ്ങനെ കൃത്യമായ ഒരു രീതി നിർദ്ദേശിക്കാത്തയിടത്താണ്. അത് തുഹഫയിലും ഫത്ഹുൽ മഈനിലും നമ്മുടെ ഫിഖ്ഹ് ഉണ്ട്. ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അൽ-ഹാവിൽ കബീർ 11-ാം വള്ളി 250 ലഅന്നമാ ലം യുഖദ്ദർ ലുഗത്തൻ വലാ ശർഅൻ തുഖദ്ദറു ബിൽ ഉർഫിൽ മഅഹൂദി. ലുഗത്തിലോ ശർഇലോ അതിനൊരു തഖ്ദീർ വന്നിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഉർഫുൽ മഅഹൂദിലൂടെ തഖ്ദീർ ചെയ്യപ്പെടും. ഇതേ നേരത്തെ പറഞ്ഞ സംഗതി തന്നെ ഷറഉൽ മുഅദ്ദബിലും തുഹഫയിലൊക്കെ കാണും. ഹുവ ഉർഫു ശർഇ ഫയുഖദ്ദമു അലൽ ഉർഫിൽ മുഖാലിഫി ലഹു ബിഖിലാഫി മാ ലാ ഉർഫ ലിശ്ശർഇ ഫീഹി ഫയുഹക്കമു ഫീഹി ബിൽ ആദത്തി. അഷ്ബാഹു അൻ-നളാഹിറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇബാറത്ത് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് കാണാം. ഇവിടെ ഉസൂലിങ്ങളുടെ ഇബാറത്തും ഫുഖഹായിൻ്റെ ഖായിദയും തമ്മിൽ ഖിലാഫാകുന്നുണ്ടോ ഇല്ലേ? അല്ല, തെർത്തീബിൽ തഖദീബ് തെർത്തീബിൽ ശർഇ ഉർഫ് ലുഗത്ത് ഇതിൻ്റെ തെർത്തീബിൽ ഉസൂലിങ്ങളുടെ കലാമുകളിൽ ഉറുഫിനേക്കാൾ ലുഗത്തിനെ തഖദീം ചെയ്യുന്ന ഇടമുണ്ട്. ഫിഖഹിൻ്റെ ഖായിദയിലാണെങ്കിൽ ലുഗത്തിലും ഹദ്ദില്ലെങ്കിലാണ് ഉർഫ് പരിഗണിക്കുക. അത് തമ്മിൽ മുനാഫാത്തുണ്ടോ എന്ന വിഷയം മാസുബിക്ക് ചർച്ച ചെയ്യുകയും ഇല്ല. ഉസൂലിങ്ങളുടെ വിഷയമുള്ളത് ഒരു ലഫ്ലിൻ്റെ മദ്ലൂലിനെ കുറിച്ചാണ്. മദ്ലൂലുൽ ലഫ്ല് എങ്ങനെയൊക്കെയാണെന്നുള്ള ചർച്ചയാണ് അവിടെ നടത്തുന്നത്. ഫിഖഹിൽ അതല്ല വിഷയം. ഇപ്പോൾ പറഞ്ഞല്ല ഖബ്ള് എന്നതിൻ്റെ അതിൻ്റെ ലഫ്ലിൻ്റെ മദ്ലൂലല്ല വിഷയം. അതിൻ്റെ എങ്ങനെയാണ് ഖബ്ളിൽ സ്വീകരിക്കേണ്ട രീതി എന്താണ്? ഈ രീതിയിൽ ശർഇലും ലോത്തിലെന്ന് പറയാൻ കാരണം ഹദീസുകളിൽ പ്രയോഗം വരുമ്പോൾ അത് ലോത്തിൽ കൃത്യമായി അതിന് രൂപമുണ്ടെങ്കിൽ അതിൻ്റെ പേരിലാണ് തൻസീൽ ചെയ്യപ്പെടേണ്ടത്, അതിനനുസരിച്ചാണ് വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ലോത്തിലും ശർഇലും ഒരു പ്രത്യേക രൂപം അതിന് തയ്യം ചെയ്യപ്പെട്ടിട്ടില്ല, നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അവിടെയാണ് അപ്പോൾ ഉസൂലി കലാമും ഫുഖഹായിൻ്റെ കലാമും വ്യത്യാസപ്പെടുന്നത്. ഉസൂലി കലാം കേവലം ഒരു പദത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് മാത്രമാണ്. ഫുഖഹായിൻ്റെ അൽ ആദത്തു മുഹക്കമത്തുൻ എന്ന ഖായിദ ഒരു വിഷയത്തിൻ്റെ രീതികൾ, അതുപോലെ ഇപ്പോൾ അത് കടമായിട്ടാണോ കണക്കാക്കപ്പെടേണ്ടത്, അതല്ലെങ്കിൽ അത് ഹിബത്തായിട്ടാണോ കണക്കാക്കപ്പെടേണ്ടത്, ഇങ്ങനെയുള്ള ചില നിയമങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയൊക്കെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം ഒന്ന് കൃത്യമായിട്ട് പറയുകയാണ്. ആദത്തുകൾക്കും പതിവ് രീതികൾക്കും അനുസരിച്ച് നിയമം ഇങ്ങനെ മാറി വരിക എന്നാണ്, അടിസ്ഥാന നിയമം മാറുക എന്നുള്ളൊരു സംഗതിയേ ഇല്ല. ആദ്യം വിഷയം അവതരിപ്പിച്ച് സംസാരിച്ച പ്രബന്ധ ഫവാസോ അതിൽ ഉർഫ് ഫാസിദും സഹീഹും എന്ന ആ ഒരു തിരി വളരെ കൃത്യമാണ്. എന്നാൽ അടിസ്ഥാനപരമായി ശർഇൻ്റെ അഹ്കാമിന്, അതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ ഇബാറത്തിലും ഈ വിഷയത്തിൽ ശർഇന് ഉർഫുണ്ട്, അതിന് മുഖാലിഫായ ഉർഫ് പരിഗണിക്കപ്പെടില്ല. അപ്പം കൃത്യമായ ശർഇൻ്റെ മുഖററായ ഖാഇദക്കും നിയമത്തിനും വിരുദ്ധമായിടത്ത് ആ ഉർഫിന് പരിഗണനയില്ല. ശർഇൽ അവിടെ മുഖററായി അതിനൊരു ഹുക്കുമില്ല. പിന്നെ ശർഇ എന്ന് അവിടെ പറഞ്ഞത് അതാത് കാലത്തെ പതിവ് രീതികളാണ് അതിൽ സ്വീകരിക്കേണ്ടത്. ശർഇന് ഉർഫില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശർഇ അപൂർണ്ണമാണ്, അവിടെ ശർഇനൊരു ഹുക്കുമും പറഞ്ഞിട്ടില്ല എന്നല്ല. മറിച്ച് അതിന് കൃത്യമായ ഒരു രൂപം ശർഇ നിർദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ശർഇൻ്റെ നിർദ്ദേശം അതാത് കാലത്ത് ഉള്ള രീതികൾ ഏതാണോ അത് സ്വീകരിച്ചു കൊണ്ട് ചെയ്യണമെന്നാണ്. അപ്പോൾ ശർഇന് ഹുക്കുമില്ല എന്നല്ല വന്നത്.
ആ പറഞ്ഞതൊരു വലിയ മർമ്മമായ ഭാഗമാണ്. ഈ കാലത്തിനനുസരിച്ചും ആളുകളുടെ പതിവ് രീതിക്കനുസരിച്ചൊക്കെ ഹുക്മ മാറും എന്നൊരു വായിച്ചെടുക്കാവുന്ന പ്രയോഗങ്ങൾ ഇമാമുകളിൽ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം തഖീദ്ദീൻ സുബിക്ക് റളിയല്ലാഹു അൻഹു അഹ്ലബിയ്യാത്തിൽ അതിനെ പരാമർശിച്ച് പറയുന്നത് കാണാം. വഅമ്മഖ്തിലാഫുൽ അഹ്കാമിൽ ഇഖ്തിലാഫിൽ അസ്മാനി. കാലം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറുഫിനോട് ബന്ധപ്പെടുത്താൻ കാലത്തിൻ്റെ പതിവ് രീതികളും കൂടി വെച്ചോളി. അതിങ്ങനെ മാറുന്നതിനനുസരിച്ച് കാലം മാറുക എന്ന് പറഞ്ഞാൽ വേഗം കേവലം സമയം മാറുക എന്നുള്ളതല്ലല്ലോ. അവിടുത്തെ രീതികളും കാര്യങ്ങളും മാറി വരിക എന്നാണ്. അങ്ങനെ രീതികളും പതിവ് രീതികളൊക്കെ മാറി വരുന്നതിനനുസരിച്ച് നിയമങ്ങൾ മാറി വരും എന്നുള്ളൊരു പ്രയോഗം ഫലാ യുഖ്താറു ഇത്ലാഖുഹു. അതങ്ങനെ നിരുപാധികം വിശാലാർത്ഥത്തിൽ എടുക്കപ്പെടാൻ പറ്റില്ല. കാരണം അന്നൽ അഹ്കാമ കുല്ലഹാ ഖദ് കമുലത്ത് അല്ലെങ്കിൽ തകമ്മലത്ത് ഫി ഹയാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് ഖാല തആല അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വിശദമായി പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അഹ്കാമുകൾ പൂർണ്ണമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നസ്സൻ വ്യക്തമാക്കേണ്ടത് വ്യക്തമാക്കപ്പെടുകയും ഇസ്തിംബാത്തൻ വ്യക്തമാക്കപ്പെടേണ്ടതിന് അതിൻ്റെ റൂട്ടുകളും അതിൻ്റെ പ്രമാണങ്ങളും അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കണ്ടെടുക്കണം. കാലത്തിനനുസരിച്ച് ഇങ്ങനെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, അതിനെ വിശദീകരിക്കേണ്ട കാര്യമല്ല. ഏതൊരു ലളിതമായ ഒരു ചെറിയ രൂപത്തിലുള്ള മുത്തഅല്ലിമിനും ചിന്തിച്ചാൽ കാലത്തിനനുസരിച്ച് ഇസ്ലാം എങ്ങനെ മാറും എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ വദുഇൻ ഇലാഹി എന്ന് പറഞ്ഞ ദീന് ആഖിറിലേക്ക് എത്തുമ്പോൾ സാധനം പണ്ടത്തെ ആചാര കുട പോലെ ആയിട്ടുണ്ടാവും. ആചാര കുട മക്കത്ത് നിന്ന് കൊടുത്ത കുടയാണ്. അത് ഒരിക്കതിൻ്റെ കാല് മാറ്റി, എപ്പോഴും നെല്ലിക്കുത്തുസ്താ പറയാറുള്ള ഉദാഹരണം ആചാര കുട ഒരിക്കതിൻ്റെ കാല് മാറ്റിയിരിക്കണം. കാല് പിടി കാല് തന്നാൽ ഇപ്പോൾ ഒന്ന് കുടൻ്റെ കാല് തന്നെ വേറെ പിടിക്കാൻ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് മാറ്റി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശീലിയും മാറ്റിയേക്കണ്. പിന്നെ കമ്പികൾ നന്നാണ്. സത്യത്തിൽ ഇപ്പോൾ മക്കത്തുനിന്ന് കൊടുത്ത ഒരു സാധനവും അഴിമല്ല. എന്നാലും ആചാര്യ വലിയ കമ്മി പറയാം മക്കത്തുനിന്ന് കൊടുത്ത കുടയാണ്. ഇതുപോലെ ആകൂലേ കാലത്തിനനുസരിച്ച് ദീന മാറിയാൽ. അപ്പോൾ ആ വാക്ക് ഫലാ യുഖ്താറു അലാ ഇത്ലാഖിഹി. പിന്നെ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം വഖൗലു ശൈഖ് ഇസ്ദീൻ ലില്ലാഹി അഹ്കാമുൻ തഹ്ദുസു ഇൻദ ഹുദൂസി അസ്ബാബിഹാ ഫമഹ്മൂലുൻ അലാ ഹുദൂസി ഫീലിഹാ ഇൻദ ഹുദൂസി അസ്ബാബിഹാ. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് ഹുക്മ മാറും എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ആ ഹുക്മ ഇവിടെ ദീനിൽ സ്ഥിരപ്പെട്ടതും പഠിപ്പിക്കപ്പെട്ടതുമാണ്. പക്ഷേ ഇത്ലാഖൻ ഹുക്മ അല്ല, തഫ്സീലൻ ഹുക്മാണ്. ഉദാഹരണത്തിന് ഖശിയത്തുൽ ഫിത്ന ഉണ്ടെങ്കിൽ ഹറാമാണ്, ഖശിയത്തുൽ ഫിത്ന ഇല്ലെങ്കിൽ ഹറാമേ അല്ല. ഈ ഹുക്മ നേരത്തെ തന്നെ പഠിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഈ ഹുക്മ നേരത്തെ ഇല്ലേ? പക്ഷെ ആദ്യകാലത്ത് ഖശിയത്തുൽ ഫിത്ന ഇല്ല എന്നൊക്കെ. അപ്പം എന്താ നിയമം പറയാ? ഹറാമില്ല പറയും. പിന്നെ ഖശിയത്തുൽ ഫിത്ന വന്നാൽ എന്താ നിയമം പറയാ? ഇപ്പോൾ ഇവിടെ സത്യത്തിൽ എന്ത് ചെയ്തു? ഹുക്മ നേരത്തെ തന്നെ ഇന്ന സാഹചര്യത്തിൽ ഹുക്മ ഇന്നതാണ്, ഇന്ന സാഹചര്യത്തിൽ അതിൻ്റെ വിധി ഇന്നതാണ് എന്ന് നേരത്തെ ദീനിൽ നേരത്തെ തന്നെ സ്ഥിരപ്പെട്ടതും ദീന് പഠിപ്പിച്ചിട്ടുള്ളതും ആണ്. പിന്നെന്ത് വന്നു? അതിൻ്റെ ആദ്യം ഫിത്ന ഇല്ലാത്തൊരു കാലമായപ്പോൾ അന്ന് ആ ഹറാമില്ല എന്ന് വിധിയാണ്. പിന്നെ ഫിത്ന വന്നു. ഫിത്ന വന്നതാണ്, ഹുക്മ വന്നതല്ല, ഫിത്ന വന്നു. അപ്പം നേരത്തെ തന്നെയുള്ള ഹുക്മ അതിലേക്കാണ് ബന്ധിച്ചു. ലളിതമായി പറഞ്ഞാൽ മൈത്തത്ത് ഇപ്പോൾ സാധാരണ ഹറാമാണ്, മൈത്തത്ത് ഭക്ഷിക്കൽ ഹറാമാണ്. അതേസമയം ഒരു മനുഷ്യൻ മുൽത്തറായി മാറുമ്പോൾ മൈത്തത്ത് അനുവദനീയമായി മാറി. ഇപ്പം സാഹചര്യത്തിനനുസരിച്ച് ഹുക്മ മാറി. ശരിയാണ്, സാഹചര്യത്തിനനുസരിച്ച് ഹുക്മ മാറി. മുൽത്തറല്ലാത്ത ഘട്ടത്തിൽ മുഖ്താറിൻ്റെ ഹാലത്തുൽ ഇഖ്തിയാറിൽ മൈത്തത്ത് ഹറാമാണ്. ഹാലത്തുൽ ഇഖ്തിറാറിലേക്ക് മാറിയപ്പോൾ മൈത്തത്ത് ഹലാലായി. ഈ രണ്ട് ഹുക്കുമും നേരത്തെ തന്നെ ശറയിലുള്ളതാണ്. അപ്പോൾ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഹുക്കുമ മാറും, ഫത്വകൾ മാറുമെന്നൊരു പ്രയോഗം സുൽത്താനുൽ മൈസുദ്ദീൻ ബിൻ അബ്ദുസ്സലാമിൽ നിന്നും ഇമാം മാലിക് ബിൻ അൻസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള കിബാറുകളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ദീനിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നല്ല. അത് ഒരർത്ഥത്തിലും ദീനുമായി യോജിക്കൂല എന്ന് നമുക്കറിയാം. ദീനിൽ നേരത്തെ തന്നെ കൃത്യമായി അതിൻ്റെ ഹുക്കുമുണ്ട്. ഹുക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ നെസ്സൻ ഉള്ളത് നെസ്സൻ നിലക്കുണ്ട്. ഞാൻ മുൽത്തറിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ നെസ്സൻ ഉള്ളതാണ്. ഇസ്തിംബാത്തിനുള്ളത് മുജ്തഹിദുകൾ ഇസ്തിംബാത്തിലൂടെ കണ്ടെത്തിയ മദ്ഹബുകളിലുണ്ട്. ഇപ്പം മുഫസ്സലായ ഹുക്കുമുണ്ടാവും. ഇന്ന രൂപത്തിൽ ഇന്നതാണ്, ഇന്ന രൂപത്തിൽ. അത് ചിലപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഒരു ഘട്ടം ഉണ്ടാകും, അപ്പം അതിൻ്റെ ഹുക്കും കൊടുക്കും. പിന്നെ ഘട്ടം വരും, ഹുക്കും മാറും. വഹക്കദ ഖൗലു മൻ ഖാല മിനൽ കിബാർ യഹ്ദുസു ലിന്നാസി മിനൽ അഹ്കാമി ബിഖദ്രി മാ യഹ്ദുസു ലഹും മിനൽ ഫുജൂർ ഫമഹ്മൂലുൻ അലാ മാ ഖുൽനാ വതിൽക്കൽ അഹ്കാമുൽ മുതഅല്ലിഖത്തു ഉരിഫത് മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലമ്മാ ഹളറ സമാനുഹാ തഅല്ലഖത് ബിഹി. ഈ ഹുക്മ നേരത്തെ തന്നെ ദീനിലുള്ളതാണ്.
അതിൻ്റെ സാഹചര്യം ഇപ്പോഴാണ് വന്നപ്പോൾ അതങ്ങോട്ട് ബാധകമായി. ഫലായജൂതയുഴത്തക്കഥ വൈറുതാലിക്ക. ഈ വിശദീകരണമല്ലാതെ നാട്ടിലെ പതിവ് രീതികളും കാലഘട്ടത്തിലെ പതിവ് രീതികളൊക്കെ മാറുമ്പോൾ ദീനിങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. ഫലായഴുത്തക്കഥ വൈറുതാലിക്ക. ഇപ്പോൾ പറഞ്ഞ ഈ വിശദീകരണം അല്ലാതെ ഒരർത്ഥം അതിൽ വിശ്വസിക്കാൻ പാടില്ല. അത് പരാമർശിച്ചുകൊണ്ട് പിന്നീട് കാണാം ഖവാഇദുൽ മദ്ഹബി ലാ തതസൽസലു ബിമുറൂരി സമാൻ. മദ്ഹബ് ദീന് പൂർത്തിയായി നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ നസ്സൻ ഉള്ളതുണ്ട്, ഇസ്തിംബാത്തൻ ഉള്ളതുമുണ്ട്. ഇസ്തിംബാത്തൻ നിൽക്കാവുന്ന മദ്ഹബുകളുടെ ഖവാഇദുകളും ആ ഖവാഇദ് ഇങ്ങനെ കാലങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കൂല. ലാ തതസൽസലു ബിമുറൂരി സമാൻ. അതേസമയം ചിലർ പറയും ഇന്ന് ഇമാം ഷാഫി ഉണ്ടായിരുന്നെങ്കിൽ മസാലൊക്കെ ഒന്ന് മാറ്റി പറയുമായിരുന്നു എന്ന്. ചില മുത്താലിങ്ങൾ ചിലപ്പോൾ തമാശക്കെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രയോഗം ഇമാം റുയ്യാനിയെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് കിതാബിൽ പരാമർശം കാണാം. വമാ ഹുക്കിയാനി റുയ്യാനി ലൗകാന ഷാഫിഇയ്യു ഫീ സമാനിന ലജവ്വദ അഖ്ദൽ ഖീമത്തി ഫി സക്കാത്തി മക്സൂബുൻ അലൈഹി വകൈഫ യഖൂലു ദാലിക വഉസൂലുൽ മദാഹിബി മദ്ബൂതത്തുൻ ലാ തഖ്തലിഫു ബിഖ്തിലാഫിൽ ഔഖാത്ത്. അപ്പം ചില മുത്താലിങ്ങൾ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇറാഖിൽ നിന്ന് മിസ്രിലേക്ക് മാറിയപ്പോൾ, ഇറാഖിൽ നിന്നല്ലേ പണിയിൽ മാറേണ്ട സ്ഥലം മാറിക്കണം, ഇല്ല, ഇറാഖിൽ നിന്ന് മിസ്രിലേക്ക് മാറിയപ്പോൾ മസാലകൾ പലതും ഉണ്ടായില്ലേ, മാറിയില്ല, അത് അവിടുത്തെ പതിവ് രീതിക്കനുസരിച്ച് മാറിയതല്ലേ എന്ന് ഇഷ്കാലാക്കുന്ന മുത്താലിമുകൾ ഉണ്ട്. അത് ശരിയല്ല, പതിവ് രീതികൾക്കനുസരിച്ച് മാറി എന്നുള്ളതല്ല അത്. പിന്നെ അത് പ്രമാണങ്ങളുടെ നേരത്തെ ലഭ്യമല്ലാത്ത പ്രമാണങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ലഭിച്ചത് ഹദീസുകളുടെ തന്നെ സിഹത്ത് നേരത്തെ ബോധ്യപ്പെടാത്തത് ഇപ്പോൾ സിഹത്ത് ബോധ്യപ്പെട്ടതുണ്ട്. ഒരുപക്ഷെ നേരത്തെ സഹിഹാണ് എന്ന് ബോധ്യപ്പെട്ടത് പിന്നീട് സഹി അല്ല എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ട്. മുജ്തഹിദിൻ്റെ ഇത്തിഹാദിൻ്റെ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത്തിഹാദിൻ്റെ റൂട്ട് മനസ്സിലാവണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത്തിഹാദ് ചെയ്താൽ പോരേന്ന് ദഈഫുല്ലാക്കലായ മുത്താലിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. ഇത്തിഹാദിൻ്റെ റൂട്ട് അങ്ങനെയാണ്. ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുമ്പോൾ സംസാരം മറ്റൊരു ദിശയിലേക്ക് നീങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് ഈ സംഗതി പറഞ്ഞിടത്ത് അവർ പറയുന്നുണ്ട് വലായുഅ്തറുദാലിക ബിഅന്ന ശാഫിഇയ്യ വവൈറഹു ഖദ് യറാ റഅയൻ സുമ്മ യറാ ഖിലാഫഹു. അതിപ്പോൾ ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഉർഫ് മാറിയപ്പോൾ മാറിയതല്ലേ എന്ന് പറയണ്ടല്ലേ. അന്നദാലിക യകൂനു ലിസിഹത്തി ഹദീസിൻ ഔ നഹ്വിഹി. അതിപ്പോൾ മിസ്രിലെത്തിയതിന് ശേഷം തന്നെ ഇമാം ഷാഫികളുടെ ഇജ്തിഹാദിലും റിസൾട്ടിലും മാറ്റം വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ മിൻഹാജിലൊക്കെ അൽഹർ എന്ന് പറയുന്നിടത്ത് അൽഹറും സാനില്ല, രണ്ടും ജദീദാണ്. വൈസഖൂൽ ഫഅലൽ അൽഹരി എന്ന് പറഞ്ഞാൽ രണ്ട് കൗലുണ്ടല്ലോ, അത് ഒന്ന് ഖദീമും ജദീദും അല്ല, രണ്ടും ജദീദാണ്. അത് രണ്ടും മിസ്രിൽ വെച്ച് പറഞ്ഞതാണ്. മിസ്രിൽ വെച്ചെത്തിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ജദീദിൽ തന്നെ 2, 3, 4 അഭിപ്രായങ്ങളുള്ളതുണ്ട്. ഉർഫ് മാറിയതാ. അപ്പോൾ ഉർഫ് മാറിയതുകൊണ്ടാണ് ഷാഫി മദ്ഹബിൽ ജദീദും ഖദീമും മാറ്റം വന്നത് എന്നത് മൊത്തത്തിൽ തട്ടിവിടുന്നത് ശരിയല്ല. അതൊരു വിടല, തഖവ്വുലുൻ ലാ അസ്ല ലഹു. ഞാനിപ്പോൾ വായിച്ച ഇബാറത്തുകൾ ചെറിയ തോതിൽ ഇമാം സഖീദ്ദീൻ സുബ്കിയുടെ അഹ്ല ബയ്യാത്തിൽ നിന്ന് അത് മത്ലബുൽ ഇഖാദ് 144, 145, ഫവായിദുൽ മക്കിയ തുടങ്ങിയ പല കിതാബുകളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതേസമയം നമുക്ക് എവിടെയാണ് ഇപ്പോൾ ഈ ആദത്തിൻ്റെ വിഷയം? ഞാൻ ആദ്യം പറഞ്ഞു അല്ലാദത്ത് മുഹക്കമ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിഖ് പഠിക്കണ്ട, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പഠിക്കണ്ട, കിതാബ് പഠിക്കണ്ട. നാട്ടിലെ ആദത്തൊരു ഹാക്കിമാണ്, അതുകൊണ്ട് ഓരോ നാട്ടിലെ ആദത്ത് മനസ്സിലാക്കിയിട്ട് ഹുക്മ് പറഞ്ഞാൽ മതി എന്നൊരർത്ഥതലം ദുനിയാവിൽ അല്ലാദത്ത് മുഹക്കമ എന്ന വാക്കിന് ഇല്ലേ ഇല്ല. അങ്ങനെ ഒരാൾ മനസ്സിലാക്കിയാൽ ഓന് ദീനില്ല എന്നുള്ളിടത്ത് കാണാതെ എത്തുക. പിന്നെയോ മദ്ഹബിൽ മുഖററായ പല നിയമങ്ങളും ഈ അല്ലാദത്ത് മുഹക്കമ എന്ന പരിധിയിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാൻ ഒരുപാട് ഉദാഹരണമുണ്ട്. ഉദാഹരണം പറയാൻ നിന്നാൽ തന്നെ ഒരുപാടുണ്ടാകും. ത്വഫീൽ തന്നെ എത്രയോ സ്ഥലത്ത് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ക്രോഡീകരിക്കാം. ഒരു ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? നിലവിൽ നമ്മുടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഓരോ കിതാബ് ആദ്യം എടുക്കുക. ഇപ്പോൾ ചെറിയ തോതിൽ ഇവിടെ ഫത്ഹുൽ മുഈൻ്റെ ഒരു വായന നടത്തി. ഓരോ ഹുക്മുകൾക്ക് ഉറുഫിനെ അവലംബിച്ച എന്നാൽ ഹുക്മിൻ്റെ മാനദണ്ഡ ഉറുഫിലേക്ക് മടക്കിയ മസലകൾ എത്രയുണ്ട് ഫത്ഹുൽ മുഈനിൽ. നിസ്കാരത്തിൻ്റെ മുവാലാത്ത് പറയുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബറാഗീസ് പോലെയുള്ളതിൻ്റെ ദമിന് ഖലീലിന് അഫുണ്ട്,
ആ കില്ലത്ത് കസ്രത്തിൻ്റെ മാനദണ്ഡം അത് ഉറുഫാണ്. നേരത്തെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, കബിളിൻ്റെ വളരെ കൃത്യമാണ്. ഇപ്പോൾ പുതിയ ചില രൂപങ്ങളൊക്കെ വസ്തുക്കൾ കൈവശം നൽകുന്നതിനെക്കുറിച്ച് വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ നമ്മൾ അതാണ് പറയാറ്, അത് സാഹചര്യത്തിനനുസരിച്ച് മാറാം. ഉദാഹരണത്തിന് ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു ആലിമു സുനനിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഖബ്ള് എന്ന് പറയുന്നത് ലൈസ ലഹു ഹദ്ദുൻ ശർഅൻ വലാ ലുഗതൻ. അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ അതിൻ്റെ മർജൂ ഇലൈഹി അതാത് കാലത്തെ പതിവ് രീതിയാണ്. കാലങ്ങൾക്കനുസരിച്ച് മാറും. ഇത് മാറും എന്നത് മദ്ഹബിൽ നേരത്തെ തന്നെയുള്ള ഹുക്മാണ്. കാരണം ഇതിൻ്റെ സൂറത്തുകളുടെ മാനദണ്ഡം ഏതാണ്? അതാത് കാലത്തെ ഉറുഫാണ് എന്ന് നമ്മുടെ കിതാബുകളിൽ കൃത്യമായി പറഞ്ഞു വെച്ചു. തുഹഫയിൽ തന്നെ അത് കിതാബിൽ നോക്കുമ്പോൾ 2 രൂപം നോക്കണം. ചിലയിടത്ത് ആദത്ത് മുക്തരിത എന്ന പ്രയോഗമാണ് നടത്തുക, ചിലയിടത്തിൽ ഉറുഫി എന്ന് തന്നെ പ്രയോഗിക്കും. തുഹഫയിൽ എത്രയോ സ്ഥലങ്ങളിൽ അതിങ്ങനെ കാണാം. തോടുകളിൽ നിന്നും തടാകങ്ങളിൽ നിന്നൊക്കെയുള്ള വെള്ളം നനയ്ക്കാൻ വേണ്ടി ആളുകൾ കൃഷി ഇടങ്ങളിലേക്കത് ഉപയോഗിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അതിൻ്റെ അളവ് രീതി മറ്റെടുക്കുക, മുകളിലുള്ള ആൾക്ക് നൽകുക, താഴോട്ട് നൽകുക. ഈ ചർച്ചയൊക്കെ വരുന്നിടത്ത് തുഹഫ പറഞ്ഞു അതിലൊക്കെ ചെയ്യേണ്ടത് വയുഅമലു ഫീമാ ജുഹില ഖദ്റുഹു ബിൽ ആദത്തിൽ മുത്തരിദ ലിഅന്നഹാ മുഹക്കമത്തുൻ ഫീ ഹാദാ വ അംസാലിഹി. കാരണം അതിന് ഇത്ര എന്നുള്ളൊരു അളവ് കൃത്യമായി അതിൽ ശറഅ് നിശ്ചയിച്ചിട്ടില്ല. അതുപോലെ ഭാര്യയ്ക്ക് വസ്ത്രം നൽകുന്നിടത്ത് തണുപ്പ് കാലത്ത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ തണുപ്പിനുള്ള വസ്ത്രം നൽകുക. അതുപോലെ മാംസ ആഹാരം നൽകുന്നിടത്ത് നാട്ടിലെ പതിവ് രീതി നൽകുക. ഫത്തുൽ മീൻ തന്നെ പറഞ്ഞു ഫൈൻ ജറത്ത് തുഹഫയുടെ ഇബാറത്താണ് എൻ്റെ മുന്നിലുള്ളത്. ഫൈൻ ജറത്ത് ആദത്തുൽ ബലദി നാട്ടിലെ ആദത്ത് ഈ വസ്ത്രം നൽകുന്നിടത്ത് തണുപ്പ് കാലത്തൊക്കെ നൽകുന്നിടത്ത് ഹരീർ നൽകുന്നൊരു സ്ഥിരം പതിവ് രീതി ഉണ്ടെങ്കിൽ വജബ അത് നിർബന്ധവും അമലം ബിൽ ആദത്തിൽ മുഹക്കമത്തി ഫീ മിസ്ലി ദാലിക. അതുപോലെ മൃഗങ്ങളെ പുറത്തു വിടുമ്പോൾ പകൽ സമയത്ത് പുറത്തു വിട്ടാൽ ആ മൃഗങ്ങൾ വല്ല കൃഷിയും നശിപ്പിച്ചാൽ അതിന് ഉത്തരവാദിയാവുകയോ ഇല്ലേ? അതവിടുത്തെ ആദത്ത് അനുസരിച്ച് സാധാരണ മൃഗങ്ങൾ അങ്ങനെ പകൽ സമയത്ത് മേയാൻ തുറന്ന് വിടുന്ന ഒരു രീതിയാണ് ആ നാട്ടിലുള്ളതെങ്കിൽ അവിടെ അതിന് ദമാന് വരൂല. രാത്രി സമയങ്ങളിൽ ആലയിൽ തളച്ചിടപ്പെടേണ്ട സമയത്ത് ഒരാൾ വിട്ടുകയും അങ്ങനെ കൃഷി നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ദമാന് വരും. ഇതും ചെയ്തത് അതാത് കാലത്ത് ആദത്തിനനുസരിച്ച് വരണം. ബലിൽ ആദത്തും മുഹക്കമത്തും ഫീഹി. പള്ളിയോടനുബന്ധിച്ചൊക്കെ സ്ഥാപിക്കപ്പെടുന്ന പള്ളികളിലോ റോഡ് സൈഡുകളിലോ സ്ഥാപിക്കപ്പെടുന്ന വെള്ളങ്ങളെക്കുറിച്ച്, ടാങ്കികളോ മറ്റു നിലക്കോ ഉപയോഗിക്കുന്ന വെള്ളങ്ങളെക്കുറിച്ച് ബിനാജർ തങ്ങളോട് ചോദ്യം വന്നു. ആ വെള്ളം എന്തിനാണ്, അത് എന്തിനാണ് സ്ഥാപിക്കപ്പെട്ടതെന്നൊന്നും കൃത്യമായി അറിയൂല. അവർ പറഞ്ഞു യുത്തബഉ ഫീഹാ അൽ ആദത്തുൽ മുസ്തമിറ മിൻ വൈരി നക്കീരിൻ അഖദൻ മിൻ ഖാഇദത്തി അന്നൽ ആദത്ത മുഹക്കമത്തുൻ. അപ്പം ഇങ്ങനെയുള്ള വെള്ളം കൃത്യമായ ശറയിലെ നിയമമുണ്ട്. എന്താ? തത്ഹീറിനായി വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ അത് തത്ഹീറിനെ ഉപയോഗിക്കാവൂ. ഷുർബിന് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിൽ ഷുർബിനെ ഉപയോഗിക്കാവൂ. അതിൻ്റെതായ നിയമങ്ങൾ. പക്ഷെ ഒരു വെള്ളം അത് ഈ കിണർ അല്ലെങ്കിൽ ഈ ടാങ്ക് എന്തിനാണ് അത് വഖഫ് ചെയ്യപ്പെട്ടത് എന്നറിയൂല. എന്നാൽ അവിടുത്തെ ആദത്ത് പരിഗണിക്കാം. ഇപ്പം ആദത്തിനനുസരിച്ച് അടിസ്ഥാന നിയമം വരികയല്ല, അത് മൗക്കൂഫാണ്. എന്തിനാണെന്ന് അറിയാത്ത ഘട്ടത്തിൽ തുടർന്ന് വരുന്ന നാട്ടിലേക്ക് ഈ വഴക്കം നിരാക്ഷേപം നടന്നു വരുന്ന രീതി അതിൽ സ്വീകരിക്കാം. ഇങ്ങനെ ഇത്ര രീതികളും ഉദാഹരണങ്ങളുമാണ് ഇവിടെ. അപ്പോൾ ഇതിലൂടെ നിയമം മാറുക എന്നതല്ല. അതുപോലെ ഒരു പെണ്ണിൻ്റെ മഹ്റ് മിസ്ർ കണക്കാക്കുമ്പോൾ ഒരു 100 വർഷം മുമ്പുള്ള മഹ്റ് മിസ്റും ഇന്നത്തെ മഹ്റ് മിസ്റും ഒരുപോലെ ആവില്ല. അത്രയും ഗുണമുള്ള ആ സ്വഭാവം കുലീനതയൊക്കെ ഉള്ളൊരു പെണ്ണിന് ഇന്നത്തെ കാലത്ത് നൽകുന്ന മഹ്റ് ഏതാണോ? ഒരാളുടെ മുറുവത്ത് കണക്കാക്കുമ്പോൾ, മുറുവത്ത് എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ, ആ മുറുവത്ത് കണക്കാക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും അവൻ്റെ അംസാലുകൾ സ്വീകരിക്കുന്നതും അവർ കുറച്ചിലായി കാണുന്നതും ഈ ഒരു രീതിയായിരിക്കും അത് ചിലപ്പോൾ നാടുകൾക്കനുസരിച്ച് മാറും. കാരണം അവിടെയൊക്കെ ഉദാഹരണം ഷാഹിദിന് മുറുവത്ത് വേണം. ഇസ്ലാമിൻ്റെ നിയമം സാക്ഷിക്ക് വെക്കുന്ന ആളൊരു മുറുവത്ത്, ഒറ്റയ്ക്ക് നമുക്ക് മാന്യത എന്നൊക്കെ പറയാം, ഒരു നല്ല നടപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫിസ്കൽ അദാലത്തല്ല, മുറുവത്ത് വേണം. ഇത് ശറഈ കൃത്യമായി പറഞ്ഞു. ഒരാളെ മുറുവത്ത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അത് അതാത് കാലത്തും അതാത് ദേശത്തുമുള്ള അവിടുത്തെ അവൻ്റെ അംസാലുകളായ ആളുകളുടെ വസ്ത്ര രീതികളും മറ്റും. ഇടയിൽ ഇവിടെ നേരത്തെ പ്രബന്ധം അവതരിപ്പിച്ച ആരോ പറഞ്ഞു സ്ത്രീയുടെ വസ്ത്രം പുരുഷനും പുരുഷൻ്റെ വസ്ത്രം സ്ത്രീ ഉപയോഗിക്കുന്നൊരു പരാമർശം വന്നു. ഒരു സ്ഥലത്ത് പുരുഷൻ്റെ വസ്ത്രം സ്ത്രീയുടെ വേഷമായാൽ
മറ്റൊരു സ്ഥലത്ത് അതങ്ങനെയാണെങ്കിലും ഇവിടെ ഉപയോഗിക്കാം. അവിടെ ഇസ്ലാമിൻ്റെ നിയമം മാറിയല്ല, അടിസ്ഥാന നിയമമുള്ളത് സ്ത്രീകളുടെ പ്രത്യേകമായതോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വാലിബായതോ ആയ ഉപയോഗമുള്ള വസ്ത്രം പുരുഷനും, തിരിച്ച് പുരുഷന്മാർ മാത്രം ഉപയോഗിക്കുന്നതോ പുരുഷന് വാലിബായി ഉപയോഗിക്കുന്നതായ വസ്ത്രം സ്ത്രീ ഉപയോഗിക്കരുത്. ഇതാണ് നിയമം. ആ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താ? ഹറാമ്. അതിനൊരു നാട്ടിൽ സ്ഥിരമായിട്ട് മാറ്റം വന്നിരുന്നിട്ട് ഹറാമ് മാറൂല. അതേസമയം സ്ത്രീകളുടെ വസ്ത്രമാണോ പുരുഷന്മാരുടെ വസ്ത്രമാണോ എന്നത് ഇതിനനുസരിച്ച് മാറും, കാലത്തിനും ഉറുഫിനനുസരിച്ച് മാറും. കാരണം അതിൻ്റെ രീതി കണ്ടോ, സ്ത്രീയുടെ വേഷം പുരുഷനും പുരുഷൻ്റെ വേഷം സ്ത്രീയും സ്വീകരിക്കരുത് കൃത്യമായ ഹദീസിൽ നഹി വന്നു. അതിന് കൃത്യമായ ഹുക്കും അയിമത്ത് മുജ്തഹിദുകൾ കണ്ടെത്തിയ ഹറാമാണ്. ഇപ്പം രണ്ട് കാര്യം ഇവിടെ സ്ഥിരപ്പെട്ടു. സ്ത്രീകളുടെ വസ്ത്രം പുരുഷനും, വസ്ത്രം മാത്രമല്ല, ഇപ്പോൾ ഒരു ഉദാഹരണം എന്നുള്ളവർക്ക് പറയാം, സ്ത്രീ വേഷം പുരുഷനും പുരുഷ വേഷം സ്ത്രീയും സ്വീകരിക്കരുത് ഹദീസ് തന്നെ കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഹദീസിൽ ആ വിഷയം വന്നു. ഇമാമുകൾ അതിന് ഹുക്കുമ നിർദ്ധാരണം ചെയ്തെടുത്തു. അങ്ങനെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഹറാമാണോ കറാഹത്താണോ? ഹറാമാണ്. അപ്പോൾ ഈ വിധി കൃത്യമായിട്ട് വന്നു. ഇനി അങ്ങനെ അതൊന്നും ഇല്ലാതെ അങ്ങനെ ഓരോരുത്തർ ഉപയോഗിക്കലുണ്ട് എത്തിയിട്ട് അങ്ങനെ ആ നിയമം ഇസ്ലാമിൽ മാറൂല. എന്ന് പറഞ്ഞാൽ സ്ത്രീ വേഷം പുരുഷൻ സ്വീകരിക്കൽ ഹറാമാന്നുള്ള നിയമത്തിൽ മാറ്റം വരില്ല. പക്ഷെ ഇസ്ലാം അവിടെ എന്ത് ചെയ്തു? ഇന്നതൊക്കെയാണ് സ്ത്രീയുടെ വേഷങ്ങൾ, ഇന്നതൊക്കെയാണ് പുരുഷൻ്റെ വേഷങ്ങൾ എന്ന് ഇസ്ലാം കൃത്യമായി നിർണയിച്ചു തന്നിട്ടില്ല. ലം യുഹദ്ദ ശർഅൻ. പിന്നെ അതെന്ത് ചെയ്തു? അതാത് കാലത്ത് അതാത് ഏരിയകളിൽ അവിടുത്തെ രീതിക്കനുസരിച്ച് മാറും. അപ്പം ഒരു സ്ഥലത്ത് ഒരു കാലത്ത് പുരുഷവേഷം മാത്രമായി ഉപയോഗിക്കപ്പെട്ടിരുന്നത് പിന്നീട് കാലക്രമേണ അത് അവിടെ എല്ലാവരും ഉപയോഗിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷമാണ് നമ്മളോട് മസാല ചോദിക്കുന്നത്. എത്തിക്കണമെന്ന് വെച്ചാൽ എത്തിക്കണ്ടെന്നാണ് പറയുക. പറഞ്ഞു മനസ്സിലായില്ല? അതെന്നപ്പോൾ അങ്ങനെ മാറ്റിക്കൂടെന്ന്. അങ്ങനെ മാറ്റുമ്പോൾ ബോധപൂർവം ആദ്യം എന്ത് ചെയ്യൽ വരും? പുരുഷൻ്റെ വേഷം സ്ത്രീ ധരിക്കൽ വരൂലേ? ഹറാമാണ്. പക്ഷെ ആചാരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് കാലാന്തരങ്ങളിലൂടെ രൂപപ്പെടുന്നതുണ്ട്. അപ്പോൾ ഒരു വേഷം പുരുഷവേഷമായി നിലവിൽ നിൽക്കുന്നു, അത് സ്ത്രീവേഷമല്ല. ആ അവസ്ഥയിൽ നമ്മൾ പറയില്ല ആ വേഷം സ്ത്രീകൾ സ്വീകരിക്കൽ ഹറാമാണ്. എന്നാൽ അതൊന്ന് മാറ്റിയെടുത്താൽ പോരെ? അത് പറ്റില്ല. മാറ്റിയെടുക്കൽ ഇപ്പം എങ്ങനെ നിങ്ങൾ മാറ്റിയെടുക്കുക? ഇന്ന് മുതൽക്ക് സ്ത്രീകൾ ധരിക്കുന്നത് പാസ്സാക്കുക ഉദാഹരണത്തിന്, അത് ഹറാമാണ്. പക്ഷെ നമ്മൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും ചിലപ്പോൾ മാറി അങ്ങനെ വരും. അത് ചിലപ്പോൾ നമ്മളല്ലാത്ത ആരുടെയോ ഇടപെടൽ പോലെ കൊണ്ടുമാവാം, ഇരിക്കട്ടെ. അങ്ങനെ മാറി വന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ ആ വേഷം അത് സ്ത്രീകളുടെ വേഷമോ പുരുഷൻ്റെ വേഷമോ എന്നല്ല, രണ്ട് രൂപവും മുസ്തർക്കായി ധരിക്കുന്നൊരു വേഷമാണ്. വലബത്ത് പോലും രണ്ടാലൊരു ജിൻസിന് ഇല്ല. നമ്മുടെ കിതാബുകളിൽ പറയുന്നത് കാണാം. എന്നാൽ പിന്നെ ആ നിയമം അങ്ങോട്ട് ബാധകമല്ല. നിയമം മാറിയിട്ടില്ല. അപ്പോൾ സ്ത്രീവേഷം ധരിക്കൽ പുരുഷന് ഹറാമില്ല എന്നാണോ വന്നത്? സ്ത്രീ വേഷം ധരിക്കൽ പുരുഷനും തിരിച്ചും ഹറാമ് തന്നെയാണ്. പക്ഷെ ആ വേഷം ഏതാണ് എന്നുള്ളതിൻ്റെ മാനദണ്ഡം ഫിക്ക് പറഞ്ഞിരിക്കണം കേട്ടോ. മാനദണ്ഡം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. എന്താ? പുരുഷൻ രണ്ടാലൊരു ലിംഗ വകുപ്പിൽപ്പെട്ടവർക്ക് മാത്രമുള്ളതോ അവർക്ക് ക്വാലിബായി വന്നതോ ഇതാണ് കണക്കാക്കുക. പക്ഷെ ആ ഖുസൂസിയത്തും വലബത്തും ചിലപ്പോൾ നാടുകൾക്കനുസരിച്ച് മാറിയേക്കാം. ഇതൊക്കെയാണ് അല്ല ആദത്തും മഹക്കമത്തും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അടിസ്ഥാനമായ മസാലയ്ക്ക് മാറ്റല്ല. സ്ത്രീ വേഷം ഏതാണ് അത് മാറുന്നു, പുരുഷ വേഷം ഏതാണ് എന്നത് മാറുന്നു. അതിൽ മാറ്റം വന്നതുകൊണ്ട് നമ്മൾ പറയും ഇപ്പം അത് ഹറാമില്ല, കാരണം ഇപ്പം അത് പുരുഷവേഷമല്ല, കൊണ്ട് സ്ത്രീക്ക് ധരിക്കാം. ഇപ്പം അത് സ്ത്രീവേഷമല്ല. അടിസ്ഥാനപരമായി നമ്മുടെ നിയമം അവിടെ കിടക്കും. എന്താ? സ്ത്രീ ഒരു നാട്ടിൽ ഏതോ ഒരു നാട്ടിൽ ഉദാഹരണം നേരത്തെ മുതൽക്ക് തന്നെ രണ്ടും വ്യത്യാസമല്ലാതെ ധരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് സങ്കല്പിക്കുക. അവിടുത്തെ വസ്ത്രരീതി തന്നെ ഇപ്പോൾ പിന്നെ പറയാം. അവിടുത്തെ ഒരു വസ്ത്രരീതി ആണ് പെണ്ണ് എന്നുള്ള വ്യത്യാസം തന്നെ ഇല്ലാതെയാണ് അവിടെ ആളുകൾ. അവിടെ ഇത് പുരുഷൻ്റെ ധാരണ വസ്ത്രം എന്ന് വെച്ചാൽ അവരെന്താ മറുപടി അറിയാം? എല്ലാവരുടെയും വസ്ത്രം ഈ രൂപത്തിലാണെങ്കിൽ അവിടെ പുരുഷവേഷം സ്ത്രീ സ്വീകരിക്കുക എന്നുള്ള ഒരു ഹറാമിൻ്റെ നിയമം ഇപ്പോൾ അവിടെ. കാരണം എന്തുകൊണ്ട്? നിയമമില്ലാത്തതുകൊണ്ടല്ല. അവിടെ പുരുഷവേഷം എന്ന് പറയുന്നൊരു വേഷം ഇല്ല, അല്ലെങ്കിൽ സ്ത്രീ വേഷം എന്ന് പറയുന്നൊരു വേഷമല്ല. ഞാൻ അല്ലാദത്തു മുഹക്കമ എന്ന ആ തത്വം പോകുന്ന റൂട്ടുകൾ ഇങ്ങനെ കാണിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ കൃത്യമായ വാബിത്താണ് നേരത്തെ പറഞ്ഞത്. ഷറഹിലോ ഒരു ഹദ് ഇല്ലാത്തതിന്, അതിനൊരു തസ്വീർ ഇല്ലാത്തതിന് അതാത് കാലത്തിനനുസരിച്ച് പറയും. ഇവിടെ അതാ നിയമം ഹറാമാണ്, സ്ത്രീവേഷം പുരുഷവേഷം തിരിച്ച് ഹറാമാന്ന് വന്നു. ഏതാണ് സ്ത്രീവേഷം ഏതാണ് പുരുഷവേഷം ഇസ്ലാം എന്താക്കിയിട്ടില്ല. ഇന്നതേ ഒരു പുരുഷൻ ധരിക്കാവൂ,
എന്നാൽ ഇന്നെ വേഷം എന്ന കോലം ഫാൻറ് അല്ലെങ്കിൽ തുണി ഇങ്ങനെ നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതാത് കാലത്തിനനുസരിച്ച് മാറും. ഇതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ആചാരങ്ങൾ കുറേ ഒരുപാട് പറയാൻ സമയമില്ല. ആചാരങ്ങൾ രൂപപ്പെടുന്നിടത്തൊരു വിഷയമുള്ളത്, നമ്മുടെ നിയമത്തിൽ ഇപ്പോൾ വാജിബ് എന്ത് ചെയ്യൂല, കാലത്തിനനുസരിച്ച് മാറൂല. പക്ഷെ ചില വാജിബുകൾ മഅ്സൂറിനെ തൊട്ടുണ്ടായി പോകും. സാക്കിത്ത് അതിൻ്റെ ഒക്കെ കൂടി ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോലും. ഇപ്പോൾ ജുമ അടക്കം മഅ്സൂറൽ മഅ്സൂറിനല്ലേ വാജിബാവുള്ളൂ. അതിലേക്കൊന്നും വെറുതെ ഞാൻ കുറേ ഇപ്പോൾ കിടക്കുന്നില്ല. അടിസ്ഥാന വാജിബ് അത് വാജിബ് തന്നെയാണ്. ഹറാമാണ്. വാജിബ് ഹറാമ് കറാഹത്ത് വാജിബ് സുന്നത്ത് ഈ നിയമങ്ങൾ. അവിടെ ചിലപ്പോൾ സുന്നത്ത് ഇപ്പോൾ വാജിബായി മാറുന്ന സാഹചര്യം നമുക്ക് തന്നെ അറിയാം. നേർച്ചാക്കിയ വാജിബായി മാറൂലേ, ഭരണാധികാരി കൽപ്പിച്ച വാജിബായി മാറും. ഇങ്ങനെയൊക്കെ ചില വകുപ്പുകൾ അവിടെ ശറഅനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഔ ഖയ്യറ ജമ്മൽ ജവാമി പറഞ്ഞു ഔ ഖയ്യറ ഫൈബാഹത്തുൻ. ഇബാഹത്ത് എന്നൊരു ഹുക്കം ഇസ്ലാമിലുണ്ടല്ലോ. ഈ ഇബാഹത്ത് എന്ന് പറഞ്ഞ സംഗതി ഇപ്പം പ്രവർത്തിക്കുകയാവാം, ഉപേക്ഷിക്കുക. ഒരു മുബാഹ സംഗതി ഒരു നാട്ടിൽ പതിവായി ചെയ്തു വരുന്നൊരു രീതി ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു നാട്ടാചാരം എന്ന് പറയിപ്പത്. ഞാനെവിടെയോ എനിക്ക് തോന്നുന്ന ചെമ്മാട് ഭാഗത്ത് കൊടുഞ്ചിയിലാന്ന് തോന്നുന്നിടത്ത് ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഞാൻ റമദാൻ ക്ലാസ്സിന് പോയപ്പോൾ അതിൻ്റെ മുമ്പ് ആചാരവും തെറ്റും ശരിയും തന്നെ വിഷയം ക്ലാസ് എടുത്ത് വയ്ക്കണാരോ. അപ്പോൾ അവിടെ ഇങ്ങനെ ചെന്നപ്പോൾ ചോദ്യങ്ങൾ വന്ന കൂട്ടത്തിലൊന്ന് പ്രസവത്തിന് കൊണ്ടുപോവുക, അത് അനാചാരമാണ് എന്ന് മുമ്പത്തെ ക്ലാസ്സിൽ ഒരാൾ പ്രസംഗിച്ച് വയ്ക്കണം. ഇസ്ലാമിൽ അങ്ങനെ എല്ലാന്നായിരിക്കും മുമ്പ് പറഞ്ഞത്. നമ്മൾ സാധാരണ മലബാർ ഏരിയയിലൊക്കെ ആദ്യ പ്രസവത്തിന് എന്ത് ചെയ്യും, ഭാര്യയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമല്ലോ. അത് നാട്ടുകാർക്ക് അതിലൊരു കൃത്യത ഉണ്ട്. 7 മാസത്തിൽ കടന്നാലാണ് കൊണ്ടുപോകുക എന്നുള്ളത്. 7 മാസം 8 മാസം എനിക്കറിയില്ല, ഇരിക്കട്ടെ. അതായത് കല്യാണത്തിന് ശേഷം ആദ്യത്തെ ഗർഭത്തിൽ ആ പ്രസവത്തിന് വേണ്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇസ്ലാമിൽ അതുണ്ടോയെന്ന് വെച്ചാൽ എന്താ ഇപ്പം പറയാ, ഇസ്ലാമിൽ അതുണ്ട് എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകലും കൊണ്ടുപോകാതിരിക്കലും ഔ ഖയ്യറ ഫൈബാഹത്തുനാണ്. ഔ ഖയ്യറ ഫൈബാഹത്താണ്. ഒന്നാമത്തെ പ്രസവം ഇന്ന വീട്ടിലാവണം, ഭർത്താവിൻ്റെ വീട്ടിലാവണം, ഭാര്യയുടെ വീട്ടിലാവണം ഇസ്ലാം കൃത്യമായി നിർണ്ണയിച്ചിട്ടില്ല. ഭർത്താവിൻ്റെ സമ്മതപ്രകാരം, ഭർത്താവിൻ്റെ സമ്മതം അതിന് നിർബന്ധമാണ്. ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ആദ്യ പ്രസവം ഭർത്താവിൻ്റെ വീട്ടിലോ ഭാര്യയുടെ വീട്ടിലോ ആക്കാം. ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയല്ലേ അല്ലേ? എന്തെങ്കിലും മിണ്ടാത്ത ആദ്യത്തെ പ്രസവത്തിൻ്റെ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഏത് കുടുംബത്തിലാണെന്നുള്ളതാണ്. ഹോസ്പിറ്റൽ കൊണ്ടുപോലും ഞാൻ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയിക്കോളൂ. അത് ഭർത്താവിൻ്റെ കുടുംബത്തിലാണോ അവളത് നിർത്തേണ്ട, അല്ലെങ്കിൽ ആദ്യ പ്രസവത്തിൽ ഭാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണോ? ഇസ്ലാം ഔ ഖയ്യറ, ഭർത്താവിൻ്റെ സമ്മതപ്രകാരം ഖിയാറ് പോലെ ചെയ്യാം. പക്ഷെ നമ്മുടെ നാട്ടിൽ മലബാർ ഏരിയയിലൊക്കെ പൊതുവേ ആദ്യ പ്രസവത്തിന് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നൊരു രീതി മൊത്തത്തിൽ വ്യാപകമായി നടക്കുന്നുണ്ട്. അൽ ഉർഫുൽ മുത്തരിദ്, അതൊരു നാട്ടാചാരമാണ്. ആ നാട്ടാചാരത്തോട് ഇസ്ലാം കലഹിക്കുന്നില്ല. കാരണം ഇസ്ലാം വിൽഫ ഇബാഹത്ത് എന്ന് പറഞ്ഞാൽ, പക്ഷെ അത് പറയുമ്പോൾ ഞാൻ പറയും ഒരു തെറ്റായ വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ടാവാൻ പാടില്ല. എന്നാൽ ഇസ്ലാമിൽ അത് നിർബന്ധമാണ്. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമാണ്. അഥവാ പ്രസവത്തിന് ഭാര്യ വീട്ടുകാർ കൊണ്ടുപോയില്ലെങ്കിൽ ഇസ്ലാമികമായിട്ട് പോലും ചെയ്തതൊരു ഹറാമാണ്. ഇനി ഭർത്താവിൻ്റെ സമ്മതമില്ലെങ്കിൽ പോലും ഭാര്യയ്ക്ക് എന്താവാം, ആദ്യ പ്രസവത്തിന് വേണ്ടി ഉമ്മ വിളിക്കുമ്പോണ്ട് പോകാം എന്നുള്ളിടത്തേക്ക് എത്തിയാൽ ശറയിൽ മുഖററായ ഹുക്കുമിനോട് ഖിലാഫായി പോയി പറ്റില്ല എന്ന് പറയും. അതൊന്നുമില്ലാതെ ഭർത്താവിൻ്റെ സമ്മതപ്രകാരം പോകുന്നു. വേറെ ഇസ്ലാം അന്ധവിശ്വാസമായി കാണുന്ന വിശ്വാസങ്ങളൊന്നും അതിൻ്റെ പിന്നിലില്ല. ഇസ്ലാമിൽ മുഖററായ ഒരു തത്വത്തിന് ഒരു നിയമത്തിന് ഖിലാഫുമില്ല. അത് അനുവദനീയമാണ്. പക്ഷെ ഒരു രൂപപ്പെട്ട രീതി കണ്ടോ, ഒരു പക്ഷെ അതെന്തായിരിക്കാം, ആദ്യത്തെ പ്രസവമൊക്കെ ആകുമ്പോഴത്തിന് ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടൊക്കെ അത്ര അങ്ങോട്ട് വല്ലാതൊരു ഇൽഫത്ത് വന്നിട്ടുണ്ടാവില്ല. തൊബഅൻ നൽകോൾക്കൊരു ഉമ്മ കൂടെ വേണമെന്നുള്ള താല്പര്യം ഉണ്ടാകും. അപ്പോൾ പിന്നെ ആശ്വസിപ്പിക്കാനും മറ്റൊക്കെ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ അവളുടെ ഉമ്മയും കുടുംബം തന്നെയാണ് നല്ലത് എന്നൊരു ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാവാം. ഒന്നാമത്തെ പ്രസവം കഴിയുമ്പോഴത്തിന് തിരിച്ചാവും. അതേസമയം ചിലപ്പോൾ രണ്ടാമത്തെ പ്രസവം ഭാര്യൻ്റെ വീട്ടിൽ കാക്കുന്നതിന് പ്രശ്നമുണ്ടോ? ഇതിനൊരു ഉദാഹരണം പറഞ്ഞതാ. അതുപോലെ നമ്മളെ വേഷരീതി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തു പറഞ്ഞു, സ്ത്രീ വേഷം പുരുഷ വേഷം എന്നൊക്കെ. അതേസമയം നമ്മളിപ്പോൾ തലീക്കെട്ട് എങ്ങനെ കെട്ടണം, അല്ലെങ്കിൽ കുപ്പായ ഇതാണോ ഇടേണ്ടത് മറ്റേതാണോ ഇടേണ്ടത്, ശറഈൻ്റെ അടിസ്ഥാന നിയമം ഒരു മുസ്ലിം
തുണിയാണോ എടുക്കേണ്ടത്, പാൻസാണോ ധരിക്കേണ്ടത്? തുണി തന്നെയാണെങ്കിൽ അങ്ങനെ ഓരോന്നും. ഇതിലിപ്പോൾ ഇസ്ലാം കൃത്യമായി നേരത്തെ പറഞ്ഞ പൊതു നിയമങ്ങളുണ്ട് കേട്ടോ. ആ പൊതു നിയമം എന്താ? സ്ത്രീവേഷം ധരിക്കരുത് എന്നൊക്കെ പുരുഷന്മാർ. മൊത്തത്തിൽ അത് തുണിയാവണം, അല്ലെങ്കിൽ പാൻസ് ആവണം, അല്ലെങ്കിൽ ജുബ്ബയാവണം, അല്ലെങ്കിൽ മറ്റേതാവണം, അങ്ങനെ കൃത്യമായി ഇസ്ലാം നിർണയിച്ചിട്ടില്ല. അതൊരു നാട്ടിൻ്റെ സ്വഭാവത്തിനനുസരിച്ചൊക്കെ ആവാം. അങ്ങനെ ഒരു നാട്ടിൽ നമ്മൾ പോകുമ്പോൾ ആ നാടിനോട് നമ്മൾ കലഹിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ ആകത്തുക ഞാൻ ഉണർത്തുന്നത്, അതേസമയം മുറുവത്ത് കണക്കാക്കുന്നിടത്തും സൂഖീൻ്റെ വേഷം ആലിമും ആലിമിൻ്റെ വേഷം സൂഖിയും ധരിക്കാൻ പാടില്ല എന്നുള്ളിടത്തൊക്കെ എന്ത് വരും? അതാത് നാട്ടിലെ വേഷവിധാനങ്ങൾ പരിഗണിക്കും. ഇതൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് വിട്ടുപോയാൽ പിന്നെ പ്രശ്നം വരാതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുബാഹായ സംഗതികൾ മുഴത്താതായി ചെയ്യുന്ന ചില നാടുകളുണ്ടാകും. അവിടുത്തെ ആചാരം എന്നതിന് വിളിക്കും നാട്ടാചാരം. ആ നാട്ടാചാരത്തിൻ്റെ പിന്നിൽ അന്ധവിശ്വാസങ്ങളോ മറ്റോ ഉണ്ടോയെന്ന് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ അതിനൊന്നും വിരോധം ഇല്ല. ഇപ്പം ഏകദേശം ഇനി നമ്മൾ പല ആദത്ത് മഹക്കമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേരത്തെ തുടക്കത്തിൽ തന്നെ, അതോ സ്വാഗത ഭാഷ സംസാരത്തിൽ റാദി സക്കാഫിയാണോന്ന് അറിയില്ല, ഖവായിദുൽ ഫിഖഹിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ന് മുത്താലിങ്ങളൊക്കെ ഈ ഖവായിദുൽ ഫിഖഹിലേക്ക് കുറിച്ച് കൂടുതൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഉസൂലുൽ ഫിഖ് വെച്ചുകൊണ്ട് ഇഫ്താഹിൻ്റെ മേഖലയിലോ ബഹസിൻ്റെ മേഖലയിലോ വലിയ പണികളൊന്നുമില്ല, തീരെ വേണ്ടാന്നൊന്നുമില്ല ഞാൻ പറയുന്നത്. കാരണം ഉസൂലുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ മർമ്മമായും ഒരു മുജിത്തഹിദിന് അദില്ലത്തുകളിൽ നിന്ന് അഹ്കാമുകൾ കണ്ടെത്താൻ വസീലയായി ഇടയിൽ പ്രവർത്തിക്കുന്ന സംഗതിയാണ് ഉസൂലുൽ ഫിഖ്. അതുകൊണ്ട് മുഖല്ലിദിന് പണിയില്ല. ഖവായിദുൽ ഫിഖ് എന്ന് പറഞ്ഞാൽ സംഭവം എന്താ? ഉസൂലുൽ ഫിഖ് ഇജ്തിഹാദിൻ്റെയും മദ്ഹബ് രൂപപ്പെടുന്നതിൻ്റെയും മുമ്പുള്ളതാണ്. ഖവായിദുൽ ഫിഖ് മദ്ഹബ് രൂപപ്പെട്ടതിൻ്റെ ശേഷമുള്ളതാണ്. ഉസൂലുൽ ഫിഖ് വെച്ചുകൊണ്ടാണ് ഷാഫി മദ്ഹബ് വരുന്നത്. പക്ഷെ ഷാഫി മദ്ഹബ് വന്നതിന് ശേഷം, വരികയെന്നാണ് ഉദ്ദേശം, ഇമാം ഷാഫി ഇസ്തിംബാത്ത് ചെയ്ത അഹ്കാമുകളായതിനു ശേഷം ആ അഹ്കാമുകളെല്ലാം കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ചില സൂത്രവാക്യങ്ങളിൽ ഒതുക്കിയതാണ് ഏത്? ഖവായിദുൽ ഫിഖ്. ഈ ഖവായിദുൽ ഫിഖ് ഒരു മുഖല്ലിദിനെ സംബന്ധിച്ചിടത്തോളം ബഹസിൻ്റെ മേഖലയിൽ വലിയ ആവശ്യമായി വരും. നമ്മൾ ബഹസ് ചെയ്യുമ്പോൾ ഖവായിദ് നമുക്ക് ആവശ്യമായി വരും. ബഹസിലൂടെ ഹുക്മ കണ്ടെത്തും. അപ്പം നമുക്ക് ആവശ്യമുള്ളത് ഏതാ? കാര്യമായിട്ടൊരു ഫഖീഹിന്. അപ്പോൾ ചില മുത്താലിങ്ങൾക്കൊരു ധാരണയുണ്ട്, അല്ല ഫിഖഹിൻ്റെ മസാല പത്ത് കൊടുക്കേണ്ടത് ഉസൂലുൽ ഫിഖ് വെച്ചിട്ടല്ലേ, അതല്ലേ ഫിഖഹിൻ്റെ ഉസൂല്. ഉസൂലുൽ ഫിഖ് എന്നാണ് എൻ്റെ പേര് സംഭവം. അതൊരർത്ഥത്തിൽ ഉസൂൽ തന്നെ ആണ് താനും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇജ്തിഹാദിലൂടെ കണ്ടെത്തപ്പെടുന്ന ഹുക്കുമകൾക്കാണ് ഫിഖ് എന്ന് പറയുന്നത്. ആ ഫിഖ് ഇജ്തിഹാദിലൂടെ കണ്ടെത്തപ്പെടുന്നതിലുള്ള റൂട്ട് ഏതാ? ഉസൂൽ ഫിഖ്. അതേസമയം ഒരു ഫഖീഹ് മസാല പറയുമ്പോൾ ഉസൂൽ ഫിഖ് നമുക്കെല്ലാം മാനദണ്ഡാക്കേണ്ടത് കലാമുൽ ഫുഖഹായിലേക്ക്. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തന്നെ പലയിടത്തുണ്ട്. ഉദാഹരണം തുഹഫയിൽ ജമാഅത്തിൻ്റെ ബാബിൽ തന്നെ കാണാം. ഫുഖഹായിൻ്റെ കലാമിലും ഹുക്കുമിലും ഫത്വയിലും മസാല പറയുന്നിടത്തും പരിഗണിക്കേണ്ടത് കലാമുൽ ഫുഖഹായിൽ ഉസൂലിയീൻ. ഫുഖഹായിൻ്റെ കലാമാണ് അവിടെ പരിഗണിക്കേണ്ടത്, ആരുടേതല്ല? ഉസൂലിങ്ങളുടേതല്ല. ഇബ്നു ഹജർ തുഹഫയിൽ തന്നെ ജമാഅത്തിൻ്റെ ബാബിൽ കൃത്യമായി പറയുന്നുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പം നമുക്ക് ഉസൂൽ ഫിഖ് വലിയ ആവശ്യമൊന്നുമില്ല. എന്നാൽ ഇത് പഠിക്കണ്ടെന്നല്ല, പഠിക്കണം. ഒരു കിതാബ് നന്നായി പഠിച്ചാൽ മതിയാകും. ഉസൂൽ ഫിഖിൽ ബാഇസിന് കായിദ വെച്ചുകൊണ്ട് ഹുക്മ കണ്ടെത്താൻ വരും. അതെപ്പോഴാണ് ഈ ബഹസ് എന്ന് പറയുന്നതിന് എപ്പോഴാണ്? ആ വിഷയത്തിൻ്റെ ഹുക്മ കൃത്യമായിട്ട് മദ്ഹബിൽ മങ്കൂലായി വന്നിട്ടില്ല. ഖാസായ നക്കലിന്ന് ഞാൻ പറയും. ഖാസായ നക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ അതേ പേരിൽ നിന്നൊന്നുമല്ല, അതുകൊണ്ട് മനസ്സിലാകാത്ത രൂപത്തിൽ തന്നെ ഉള്ളിൽ നിന്ന് കണ്ടെത്തണം. അതിലൊരു വിഷയത്തിൽ അതിന് ബിൽഹുസൂസ് നക്കലില്ല. അപ്പം നക്കലുണ്ടോ അല്ലേന്ന് അറിയണമെങ്കിൽ പണ്ട് രാഷ്ട്രീയക്കാരൻ പ്രസംഗിച്ചത് ഓർക്കുന്നുണ്ട്. സിനിമ ഹറാമാന്ന് ഞാനൊരു കിതാബിലും കണ്ടിട്ടില്ല. ആളെ പേര് ഞാൻ പറയുന്നില്ല, ഒരുപാട് മുമ്പ് മൂപ്പര് ഏത് കിതാബാണ് കണ്ടത്. ആളെ പേര് പറഞ്ഞാൽ മൂപ്പര് കിതാബ് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവുണ്ട്. ഞാൻ ആളെ പേര് പറയലിൻ്റെ ഉദ്ദേശമല്ല. ഇപ്പോഴല്ല, ഞാൻ കിതാബ് ഓതുന്ന കാലത്തെ സംഗതിയാണ് പറഞ്ഞത്, ഞാൻ മുത്താലിമായിരുന്ന കാലത്ത്. അപ്പോൾ വിഷയത്തിൽ കൃത്യമായ നക്കല് ഇല്ല എന്ന് ഒലബത്തു തന്നെ വരുമ്പോഴാണ് ബഹസിലേക്ക് കിടക്കേണ്ടത്. ബാഇസിൻ്റെ പ്രധാനപ്പെട്ട 2 യോഗ്യതകളിൽ ഒന്ന് ഫഖാഹത്തുൻ നഫ്സ് നല്ലോണം വേണം, നല്ലൊരു ഗ്രാഹ്യ ശക്തി. അത് മുജ്തഹിദ് മുത്തലക്കിന് വേണ്ടതാണ്. പക്ഷെ മുജ്തഹിദ് മുത്തലക്കിന് വേണ്ടിടത്തോളം ആർക്ക് വേണ്ട? ബഹസ്. മുജ്തഹിദ് മുത്തലക്കിൻ്റെ മൂലധനം ഫഖാഹത്തുൻ നഫ്സാണ്. അത് കിതാബ് ഓതി പഠിച്ചാൽ കിട്ടൂല. എന്താ ആ കിതാബ് ഓതി പഠിച്ചാൽ കിട്ടുന്ന സംഗതിയല്ല ഫഖാഹത്തുൻ നഫ്സ്. എന്നതുപോലെ ബാഇസിൻ്റെ ഒരു യോഗ്യത കൗനുഹു ഫഖീഹൻ നഫ്സി, നല്ലൊരു ബുദ്ധിശക്തിയുള്ള, അതിൻ്റെ പറയുമ്പോൾ അതിന് നിങ്ങളുണ്ട് മനസ്സിലാക്കിയെടുക്കാനുള്ളൊരു അധിക പവർ,
അതുള്ള ഒരാളാവണം. ഒരു അതിബുദ്ധിത്വം, വെറും മജ്നൂനിൻ്റെ മുഖാബലിയിലുള്ള മുക്കല്ലഫല്ല. അതിൻ്റെ പുറം പറഞ്ഞ് ദാ ഹല്ലിൻ വാഫിരിൻ മിനൻ നഖ്ലി അല്ലെങ്കിൽ മിനൽ ഫിഖ്ഹി. അപ്പം അതുകൊണ്ട് നമ്മുടെ പഴയകാല ഉലമാ ദീനിയായിട്ടുള്ള അവരുടെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ രീതി, അവർ അനിവാര്യമായ രീതി സ്വീകരിച്ചതാണ് ഫിഖ്ഹിൻ്റെ കിതാബുകൾ വെച്ച് നഖലുകൾ നന്നായി പഠിപ്പിക്കണം. ആ നഖലുകൾ ഇഹാത്ത ചെയ്തതിന് ശേഷം കൈകാര്യം ചെയ്യേണ്ട, അത് ഇഹാത്ത ചെയ്ത ബായിസിൻ്റെ യോഗ്യതയുള്ളവർക്ക് മാത്രം ഉപയോഗപ്പെടുത്തേണ്ട കായികകൾ ആദ്യം തന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല. മുത്തഅല്ലിങ്ങളുടെ തഅലീമിൻ്റെ ആദാബ് പറയുന്നിടത്ത് തന്നെ പറയല്ല അഹമ്മ ഫല്ല അഹമ്മാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഖവായിദ് അങ്ങനെ ദർസുകൾ പഠിപ്പിക്കുന്നൊരു പൊതു രീതി ഇല്ലാത്തത് എന്ന് മനസ്സിലാക്കുന്നു. ഇന്ന് ഖവായിദ് പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ആശങ്ക എപ്പോഴും ഞാൻ പറയും. ഖവായിദുകളാണ് പഠിച്ചത്. ഖായിദ സൂത്രവാക്യങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് എളുപ്പമാണല്ലോ. കിതാബിൽ ഫുറൂഇയ്യാത്തും ഹവാശി എല്ലാം കൂടി നോക്കിയെടുക്കാൻ കുറച്ച് പണിയാണ്. അതായത് കൂടിയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഖവായിദിനെ കുറിച്ച് ഇപ്പോൾ ഇന്ന് പലരും കൂടുതൽ അതിനെ സംസാരിക്കാൻ കാരണം ഈ പുറം ലോക പണ്ഡിതന്മാർ ഖവായിദിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ മക്കാസിദും, സത്യത്തിൽ മക്കാസിദും ഖവായിദും ഏകദേശം ഒരേ തോതിൽ നിൽക്കുന്നതാണ്. മക്കാസിദിൽ ഫിഖ് ഞാൻ പറയുമ്പോൾ ഒരുപാട് നീണ്ടുപോകും. മക്കാസിദിൽ ഫിഖ് അതിലിപ്പോൾ മുത്താലിങ്ങൾ കുറേ വീണ് പോകുന്നുണ്ട്. മക്കാസിദിൽ ഫിഖ് വലിയൊരു സംഭവമാണ്, നമ്മളതൊന്നും പറയുന്നില്ല, അതൊക്കെ അവരാണ് പറയുന്നത്. അവർക്ക് എന്താ അറിയുക ഇതിനെക്കുറിച്ച്? മലയാളത്തിലുണ്ട് മക്കാസിദുൽ ശരീഅത്തിൻ്റെ ഉന്നത ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ തന്നെ 5-6 പുസ്തകങ്ങൾ ഞാൻ ആ വിഷയത്തിൽ വായിച്ചിട്ടുണ്ട്. അതിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല. മക്കാസിദ് നമ്മുടെ ഉസൂലിൻ്റെ കിതാബുകളിലുണ്ടല്ലോ. മക്കാസിദുൽ ഫിഖ് ജമുൽ ജവാമിയിൽ അടക്കമുണ്ട്. ജമുൽ ജവാമിയിൽ മക്കാസിദുൽ ഫിഖിൻ്റെ ചെറിയ തോതിലേ പരാമർശിച്ചിട്ടുള്ളൂ. ഇമാം വദ്ദാലി റഹ്മത്തുള്ളാഹി മുസ്തസ്ഫയിൽ പറയുന്നുണ്ട് അതിന് മക്കാസിദ് എന്നും, ചിലപ്പോൾ മക്കാസിദ്, അസ്റാർ, ഹിക്കമ് ഇങ്ങനൊക്കെ അതിനെക്കുറിച്ച് ഉപയോഗിക്കും. അസ്റാറു ശരിയ, ഹുജ്ജത്തുല്ലാഹിൽ ബാലിയ കുറേ ആ ചർച്ചയാണ് നടക്കുന്നത്. അസ്റാറു ശരിയ, മക്കാസിദു ശരിയ എന്നും പറയും. അതുപോലെ ഹിക്കമത്ത്, ഓരോ വിഷയത്തിന് ഹിക്മത്ത് പറയുമ്പോൾ ജമുൽ ജവാമിൽ 4-5 പ്രധാനപ്പെട്ട മക്കാസിദ് പറയുന്നുണ്ട്. അവിടെയും പുതിയ വായനയിൽ പറ്റുന്ന അപകടം മക്കാസിദ് എന്നുള്ളത് ഒരു അസ്ലിയായ പ്രമാണമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പുതിയ വായനകൾ നടക്കുന്നത്. മക്കാസിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ഒരു ദലീലാണ്. ഖുർആന് സുന്നത്ത് എന്ന് പറയും പോലെ ഒരു ദലീലാണ് മക്കാസിദ് എന്നാണ് പുതിയ വായനയിൽ പലരും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അത് വല്ലാതെ പരിഷ്കാരത്തിലേക്ക് പോകുമ്പോൾ ഇജ്മാഅോ നസ്സോ ഉള്ളയിടത്ത് പോലും അതിനെ മറികടന്നുകൊണ്ട് ഏത് പരിഗണിക്കാം, മക്കാസിദ് പരിഗണിക്കാം എന്നുള്ള ഇടത്തേക്ക് പോലും വായന എത്തുന്നുണ്ട്. സത്യത്തിൽ മക്കാസിദ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു പ്രമാണമല്ല. ഖുർആന് സുന്നത്ത് പോലെയുള്ളൊരു പ്രമാണമല്ല അത് പിന്നെന്താ, ഖുർആനിലൂടെ ഒരു ഹുക്മ് സ്ഥിരപ്പെട്ട് അതിൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയെടുക്കല. ഉദാഹരണം കിസാസ് ഇസ്ലാം ഖുർആനിലൂടെ പഠിപ്പിച്ചു. അതെന്തിനാണ് കിസാസ്? എന്തിനാ? അത് ഹിഫ്ളുൻ നഫ്സ്, ജീവസംരക്ഷണത്തിന് വേണ്ടിയാണ്. മുർത്തദിന് ഇസ്ലാമിക രാഷ്ട്ര വ്യവസ്ഥയിൽ വധശിക്ഷയ്ക്ക് അർഹമായ ഒരു കാരണമായി യുദ്ധത്തിനെ സമീപിച്ചത് ആ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുസ്ലിമിൻ്റെ മതവിശ്വാസം സംരക്ഷിക്കുക എന്നുള്ളത് ആ ഭരണകൂടത്തിൻ്റെ ബാധ്യത ആയതുകൊണ്ടാണ്. ഈബത്ത് ഹറാമാക്കിയതിൻ്റെ ഒരു മഖ്സൂദായി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഒരാളുടെ അഭിമാനം സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഇങ്ങനെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ മറ്റു പ്രമാണങ്ങൾ കൊണ്ടോ സ്ഥിരപ്പെട്ട ഹുക്മുകളുടെ അതിൻ്റെ രഹസ്യവശങ്ങൾ, അതുകൊണ്ട് എന്തിനാണത് എന്ന് മനസ്സിലാക്കിയെടുക്കലാണ് മർമ്മം. ഇമാം വദ്ദാലി മുസ്തസ്ഫയിൽ പറയുന്നുണ്ട്, മക്കാസിദ് ഒരു ദലീലൻ മുസ്തഖില്ലൻ ആണ് എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണ്, വലിയ അബദ്ധമാണ്. പിന്നെ ശരീഅത്തിൻ്റെ ഹുക്മി എന്താണെന്നും ശരീഅത്തിൻ്റെ മഖ്സൂദ് എന്താണ് എന്നും ഖുർആൻ ഹദീസ് എന്ന പ്രമാണത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. നമ്മളെന്തോ മഖ്സൂദാണെന്ന് സ്വയം വിചാരിക്കുക, എന്നിട്ട് അതിനെ ഒരു ദലീലാക്കി വെക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നിയമങ്ങൾ പറയുക. ഇത് പറ്റില്ല. എന്താണ് ആ വിഷയത്തിൽ ഖുർആൻ മഖ്സൂദ് ശരീഅത്ത് എന്നത് എവിടുന്ന് മനസ്സിലാവണം? ഖുർആൻ സുന്നത്തിലൂടെ മനസ്സിലാവണം. അപ്പോൾ ഈ മക്കാസിദ് നമുക്ക് ആവശ്യമായി വരും. അതൊക്കെ ഈ ബഹസിലേക്ക് കിടക്കും. എപ്പോഴപ്പോൾ നമ്മൾ ബഹസിലേക്ക് കിടക്കേണ്ടത്? നമ്മൾ അന്ന് ആലിമീങ്ങൾക്ക് ബഹസ് ആവശ്യമായി വരുന്നത് എപ്പോഴാണ്? അതെപ്പോഴാണ്? ആ വിഷയത്തിൽ നഖിലില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻഗാമികളുടെ ബഹസുകളും നമുക്ക് നഖില. ഇന്നലെയോ ഇന്നിൻ്റെ ക്ലാസ്സിൽ മുത്താലിമ ചോദിച്ചു, ബഹസ് അതിന് മുഅ്തമദാണോ എന്ന് വെച്ച്. എന്താ മറുപടി? ബഹസ് മുഅ്തമദുണ്ട്, മുഅ്തമദല്ലാത്തതും വരും. മങ്കൂല്, ഖാസായ മങ്കൂല് മുഅ്തമദാണോ? അതിൽ മുഅ്തമദുണ്ടാകും, അല്ലാത്തുണ്ടാവില്ല. അൽഹറും സാനിയില്ലേ?
ഖാസായ മങ്കൂലിൽ തന്നെ റാജിഹു മർജുഹു ഉള്ളതുപോലെ ചിലരുടെ ബഹസ് ഇന്നലെ ഞാൻ തഖസ്സുസിൽ ഓതി കൊടുത്തപ്പോൾ 2 ബഹസ്, ബഹസ ജംഉൻ വ ബഹസ ജംഉൻ, എന്നിട്ട് വസ്സാനിഹു ലൗജഹു. അപ്പോൾ ഒരു ബഹസ് മർജുഹാണ്, ഒരു ബഹസ് മുഅ്തമദാണ് എന്ന് ബിൻ ഹജർ സ്ഥാപിച്ചു. അപ്പോൾ ബഹസ് എല്ലാം മുഅ്തമദ് അല്ല. എന്നാൽ ബഹസ് മുഅ്തമദ് അതിനും ബഹസ് തന്നെ വെറും ഒരു അഭിപ്രായം പറഞ്ഞതാണ്, ഒന്നും ഹുക്കുമല്ലാതാണ് കാണും മാറ്റിക്കേണ്ട സാധനം അല്ല. അപ്പോൾ ബഹസ് വരുമ്പോൾ വിഷയത്തിൽ നന്നായി ഇഹാത്തത്തും ബിന്നഖലുമാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ഫിഖിൻ്റെ കിതാബ് നന്നായി മുത്താല ചെയ്യുക. ഇപ്പോൾ മർമ്മമായിട്ട് ഞാൻ എപ്പോഴും പറയും ഫത്തുൽ മീൻ തുഹഫ മുഗ്നി ഹായ, ഇതും എപ്പോഴും കൂടുക. അത് അയിമ വായന നിർത്തുകയെന്നല്ല, ചിലപ്പോൾ അതിലില്ലാത്ത കുറേ കാര്യങ്ങൾ അപ്പുറത്തുനിന്ന് കണ്ടെത്തേണ്ടി വരും. അത് നന്നായി അതിനാണ് പിന്നാലെ കൂടുക. അപ്പോൾ പിന്നെയും അപ്പോൾ രാത്രിയിൽ മുത്താല ചെയ്യേണ്ടി വരും, പിന്നെ മുത്താല ചെയ്യേണ്ടി വരും. ഒന്ന് തന്നെ പിന്നെ മുത്താല ചെയ്യുമ്പോൾ പിന്നെ അയിമെന്ന് കിട്ടും. അങ്ങനെ ഒരു ഇഹാത്തത്തുൻ ബിൽ നുഖൂൽ വന്നു, ഹല്ലുൻ വാഫിറു മിനൽ ഫിഖ്ഹ് വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വലബത്തുല്ലനിൽ വെച്ചു ഈ വിഷയത്തിൽ ഖാസായ പരാമർശങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ബഹസിലൂടെ ആ വിഷയത്തിൻ്റെ ഹുക്മ കണ്ടെത്തണം. ഫഖീഹുന്നഫ്സായ ഇഹാത്തത്തും ബിന്നഖലുള്ള ആളാണ് ഇനി ബഹസ് ചെയ്യേണ്ടത്. അയാൾ ബഹസ് ചെയ്യുമ്പോൾ തന്നെ 3-4 രൂപത്തിലുള്ള ബഹസ് ഉണ്ട്. ചിലപ്പോൾ ഇല്ലത്തിൻ്റെ മുക്തല കൊണ്ടുപോകുക ഖളിയത്തുഹു എന്ന് പറഞ്ഞിട്ട് അഖദ് ചെയ്യും, ഖളിയത്ത് മുക്തല അഖദ് ചെയ്യും. അതുപോലെ ചിലപ്പോൾ നദീറിനോട് ഇൽഹാക്ക് ചെയ്യും, അങ്ങനെ ഒരു ബഹസുണ്ട്. ചിലപ്പോൾ ഖായിദയിൽ നിന്ന് അഖദ് ചെയ്യും. അപ്പം ബഹസിൻ്റെ ഒരു രൂപമാണ് ഖവായി. ആ വകുപ്പിൽ നമ്മൾ ഏത് ഉപയോഗപ്പെടുത്താം? മഖാസിദുകൾ ഉപയോഗപ്പെടുത്താം. ഈ മഖാസിദുകളും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഖവായിദുൽ ഫിഖ്ഹിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മഖാസിദുകൾ ഒരർത്ഥത്തിൽ ഇതിൻ്റെ പരിധിയിൽ വരും, ഖവായിദുൽ ഫിഖ്ഹിൻ്റെ പരിധിയിൽ. അപ്പോൾ ബാഇസിന് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹുക്മ പറയാൻ അവസരമുണ്ട്, അനുവാദമുണ്ട്, ഖാസായ നക്കലില്ലാത്ത വിഷയങ്ങളിൽ. അതിന് ഖാസായ നക്കലുണ്ടോ ഇല്ല എന്നുള്ളതിന് ആദ്യങ്ങൾ എയിമ കൂടെ തന്നെ വേണം. ഈ അപകടം വരും എന്നതുകൊണ്ടായിരിക്കണം നമ്മുടെ നാട്ടിൽ പൊതുവേ നേരത്തെ വ്യാപകമായി ദർസുകളിലൊന്നും ഏത് പഠിപ്പിക്കപ്പെടാതെ പോയത്? ഖവായിദ്. ഇനി അവിടെ ഇപ്പം എന്താ പറയാനുള്ളത്? കുറച്ച് ഞാൻ ആ ഉദ്ദേശിക്കാത്തതും കൂടി പറഞ്ഞു പോയി. അതൊക്കെ ഒരുപാട് ഉദാഹരണം ഞാൻ തന്നെ ഇങ്ങനെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. പല്ലാദത്ത് മഹക്കമായി ഉദാഹരണം പറയുമ്പോൾ കേട്ടു. ഇപ്പോൾ നമ്മൾ വഖഫിൻ്റെ ബാബിൽ കാണാം, വഖഫിൻ്റെ ബാബിൽ കാണാൻ വാഖഫ് ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ വാഖഫിൻ്റെ കാലത്തുള്ള പതിവ് രീതി ഷർത്ത് പോലെ കാണണം. ഇവിടെ ശറഇൻ്റെ നിയമം എന്താ? ശറഇൻ്റെ നിയമം വാഖഫിൻ്റെ ഷർത്ത് പരിഗണിക്കണം, വാഖഫിന് ഷർത്ത് വെക്കാം, ഷർത്ത് പരിഗണിക്കണം. ഷർത്തിന് എതിരായിട്ട് കൈകാര്യം ചെയ്ത് ഹറാമാണ്, കബീറത്താണ്, ഇജ്മാഅാണ്. ഷർത്ത് വെച്ചിട്ടില്ലെങ്കിൽ വഖഫ് ചെയ്യുന്ന കാലത്തുള്ള പതിവ് രീതി നിലനിർത്തണം. ഇത് ശറഇൻ്റെ നിയമമാണ്. ഈ പതിവ് എങ്ങനെയാ? അത് അന്നത്തുള്ള പതിവ് എന്താണെന്ന് മനസ്സിലാക്കണം. പല്ലാദത്ത് മഹക്കമായിട്ട് അത് ബന്ധപ്പെട്ടു. തൽക്കാലം ഞാൻ എൻ്റെ സംസാരം എങ്ങനെയാണ്ട് അവസാനിപ്പിക്കാമെന്ന് തോന്നാം. അതുപോലെ ഫത്താൽ റംലിയിലൊരു മസല കാണുന്നുണ്ട്. ഒരു മുദരിസിനെ നിശ്ചയിച്ചു, അല്ലെങ്കിൽ ഒരു മുഅല്ലിമിനെ നിശ്ചയിച്ചു. അവിടെ വഖഫിൽ നിന്നാണ് ഇന്ന് ശമ്പളം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായി ഇപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ ദർസ് ലീവല്ലേ, അന്നത്തെ ശമ്പളം കട്ട് ചെയ്തുകൊണ്ടാണോ നാളിന് കൊടുക്കേണ്ടത്? അതല്ല, അതടക്കാണോ കൊടുക്കേണ്ടത്? ദിവസക്കൂലി നിശ്ചയിച്ചു കൊടുത്തേക്കായിരിക്കും പതി ഇരിക്കട്ടെ. ഇബ്നു റംലി പറഞ്ഞു, ഇല്ല, അത് കട്ട് ചെയ്യാൻ പറ്റൂല. ലാ യജൂസു ഇത് മിൻ ഖവായിദിനൽ മുഖററ അന്നൽ ആദത്ത മുഹക്കമത്തുൻ. എന്നാൽ മൂപ്പർ ആദ്യം വിശദീകരിക്കുന്നുണ്ട്. ആ വാഖഫിൻ്റെ കാലം മുതൽക്കേ ഉള്ളത് പൊതുവേ മുസാമഹത്തുള്ള ലീവുകൾ. ഇപ്പോൾ ദർസിന് വെള്ളിയാഴ്ച, തിങ്കളാഴ്ച അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ പൊതുവേ മുസാമഹത്തുള്ള ലീവുകൾ മുമ്പേ നടന്നു വരുന്ന ലീവ് രീതികളാണ്. ആ വഖഫ് ചെയ്യുന്ന കാലത്തെ അങ്ങനെയാണ്. അത് മുസാമഹത്തിൻ്റെ അയ്യാമുകളുമാണ്. എന്നാൽ അതിന് പ്രത്യേക ശമ്പളം പിടിക്കലില്ല. എന്നാൽ പിന്നെ അത് പിൻകാലം വരുന്ന കമ്മിറ്റിക്കാരോ നാദറുകളോ ആഖദ് ചെയ്യാൻ പാടില്ല. കാരണം അന്നൽ ആദത്ത മഹക്കമത്തുൻ. കണ്ട, ഇവിടെ ഇപ്പം എന്തേ വന്നത്? ഇവിടെ ഇപ്പം അടിസ്ഥാന നിയമത്തിലൊന്നും മാറ്റം വന്നില്ല. ഈ വിഷയം മുമ്പ് ആ വാഖഫിൻ്റെ കാലത്തുള്ള ആദത്തിനനുസരിച്ചാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. ഇപ്പം ഏകദേശം ആദത്ത് മുഹക്കമ എന്നതിൻ്റെ ഒരു സംഭവം ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അത് അപകട തലങ്ങളിലേക്ക് പോകൽ 2 രൂപത്തിലാണ്. ഓരോ നാട്ടിലും അവിടുത്തെ ഉറുഫ് ആദത്തുണ്ട്, അതിനനുസരിച്ചാണ് നിയമം പറയേണ്ടത്. പിന്നെ വല്ലാതെത്തുമ്പോൾ ചില നിയമങ്ങളൊക്കെ കാണും. ഉദാഹരണം, ഒരു നാട്ടിലൊരു ആദത്തുണ്ട്, അത് ഇസ്ലാമികമായി അംഗീകരിക്കപ്പെടുന്നതല്ല. പക്ഷെ അതവിടെ തിരുത്താൻ ശ്രമിച്ചാൽ അതിലേറെ വലിയ ഒരു ഇസ്ലാമികമായ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെങ്കിൽ അങ്ങനെ ചില വശങ്ങളുണ്ടാവും. അത് ആദത്തിൻ്റെ പേരിൽ വന്നതല്ല. ആ ആദത്ത് തിരുത്തപ്പെടേണ്ടതാണ്. ശരിയല്ല, അത് ശരിയല്ല, തിരുത്തപ്പെടേണ്ടതാണ്.
പക്ഷെ അത് തിരുത്താൻ ശ്രമിച്ചാൽ അതിലേറെ വലിയൊരു അപകടം അവിടെ നടക്കും. നമ്മളൊരു മുങ്കറിനെ നെഹി ചെയ്യുന്നതിൻ്റെ ഷർത്ത് പറയുന്നിടത്ത് കാണുന്നില്ലേ, എന്ത് ഈ ആരെയാണോ നമ്മൾ നെഹി ചെയ്യപ്പെടുന്ന ആ വ്യക്തി അതിലേറെ വലിയൊരു മുങ്കറിലേക്ക് പോകാൻ നമ്മളെ ഇടപെടൽ കാരണമാവുമെങ്കിൽ നെഹി ചെയ്യാൻ പാടില്ലാണ്. സാധാരണ ഭയവസ്ഥാന്മാരൊരു ഉദാഹരണം പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ഈ സാഹസിൽ പറയുന്നില്ല. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് ചില മുറുവത്തിൻ്റെ രീതികളൊക്കെ മാറും. അതുകൊണ്ടാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമ്മുടെ കിതാബിലും കാണും. ഒരു നാട്ടിലെ തെറ്റായ ഉറുഫിനെ തന്നെ ഇൻകാർ ചെയ്യുമ്പോൾ അത് അതിലും വലിയൊരു കബീറത്തിലേക്കോ മറ്റോ അഷദ്ദിലേക്ക് എത്തുമെങ്കിൽ അവിടെ സ്വീകരിക്കേണ്ട രീതികളുണ്ട്. അതിൻ്റെ അർത്ഥം ആ ഉറുഫിന് ഈ ദീനാണ് എന്നല്ല. ഇപ്പം ഏകദേശം ലാദത്തു മഹക്കമത്തു എന്നുള്ളത് ചെറിയൊരു വിശദീകരണമായല്ലോ. കൂടുതലൊന്ന് പറയുകയാണ്. ഇപ്പം നമ്മൾ ഒരു പള്ളിയിലെത്തി അവിടുത്തെ ചില പതിവ് രീതികളുണ്ടാവും. ആ പതിവ് രീതികൾ ഷറയിൽ ജായിസായ രീതികൾ തന്നെയാണ്. ഹറാമായ രീതിയാണെങ്കിൽ എന്ത് ചെയ്യണ്ട് പറയാം, ഇൻകാർ ചെയ്യണം, തിരുത്തണം. പക്ഷെ അവിടെ ഇൻകാർ ചെയ്യുന്നിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻകാറിൻ്റെ ചില ആദാബുകൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നെഹി അനിൽ മുങ്കറിന് മൊത്തത്തിൽ തൊയഫിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് നെഹിൽ മുങ്കറിൻ്റെ ഷുറൂത്തുകൾ. കിതാബ് സിയറിൽ അവിടെയുള്ള നെഹിൽ മുങ്കർ ഫർലൈഫ വരുന്നത്. അപ്പോൾ ആ ഷർത്ത് അപ്പം ഹറാമാണ്. ചിലപ്പോൾ മുജ്മഅൻ അലൈഹി ഹറാമായിരിക്കും. ചിലപ്പോൾ ആ നാട്ടുകാർ നിശ്ചിത മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്, അവരുടെ മദ്ഹബ് തന്നെ ഏതാണ്. അങ്ങനെ ആകുമ്പോഴാണ് ഇൻകാർ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻകാർ ചെയ്യണം. അതും അതിൻ്റെ നേരത്തെ പറഞ്ഞ ഷർത്തുകളും ചിലപ്പോൾ ആദ്യത് മുങ്കറാണെന്ന് അറിയിച്ചു കൊടുക്കണം. അതിനൊക്കെ അർത്ഥമനുസരിച്ച് ചെയ്യണം. ഇനി അങ്ങനത്തതൊന്നുമല്ല, ജായിസാണ്. പക്ഷെ ചിലപ്പോൾ അത് ഖിലാഫുൽ അഫ്ളലായിരിക്കും. ഫിഖ്ഹൊക്കെ വെച്ച് നോക്കിയാൽ ഖിലാഫുൽ അഫ്ളലോ അല്ലെങ്കിൽ ചിലപ്പോൾ മക്റൂഹന്നാകും. എന്നാലും അത് ഒറ്റടിക്ക് വെട്ടിയിട്ട് ഒരു വെട്ടി രണ്ട് തുണ്ട നന്നായിട്ട് ചെയ്യണ്ട. കാരണം ഒരു ഹറാമിനെ ഇൻകാർ ചെയ്യുന്നത് പോലെ ഏത് ഇൻകാർ ചെയ്യാൻ പറ്റില്ല, കറാഹത്ത് ഇൻകാർ ചെയ്യാൻ പറ്റില്ല. കറാഹത്ത് ഒരു ഇർഷാദിൻ്റെ ഇൻകാറാണ്. കാരണം കറാഹത്ത് ശിക്ഷാർഹല്ലല്ലോ, എന്നാലും അത് ഒഴിവാക്കലാണ് പ്രതിഫലാർഹം. അത് ആ നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു നാട്ടിലെ പതിവ് രീതികളൊക്കെ ചിലപ്പോൾ ഖിലാഫുൽ അഫ്ളലോ അല്ലെങ്കിൽ ജായിദിൽ തന്നെ ചില രീതികളുണ്ട്, അത് അത്രത്തോളം അഫ്ളലൊന്നുമല്ല എന്നെഴുതിയിട്ട് ഒറ്റയ്ക്ക് പെട്ടെന്ന് തിരുത്തേണ്ടതില്ല. എന്നാൽ നമ്മളത് തിരുത്താൻ പാടില്ല എന്നുള്ള ക്രമേണ നമ്മൾ ഇർഷാദിൻ്റെ സബീലിൽ അവരെ ഏറ്റവും അഫ്ളലിലേക്ക് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ ദീനിൽ പ്രശ്നമൊന്നുമില്ല.